ജന്മഭൂമി മലിനമാക്കി മാറ്റിന അത് കഴുകിയൊന്ന് ശുദ്ധമാക്കി കൊണ്ടുവാ. ആദിമർത്യൻ നല്ല മർത്യനല്ലയോ, ഒരു ജാതിയില്ല മർത്യജാതി കൊണ്ടുവാ. ഉലകുറങ്ങാൻ പട്ടുമെത്തയൊന്നു താ, അതിനുറക്കു പാട്ടിനെന്നും എന്റെ പല്ലവി. ഉലകുറങ്ങാൻ പട്ടുമെത്തയൊന്നു താ, അതിനുറക്കു പാട്ടിനെന്നും എന്റെ പല്ലവി. തരാരരാര 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 സ്വയമലിഞ്ഞു പാടാൻ ഓരോ നാളും ആശ. ഹലോ സുശീല ആന്റി, ഹലോ ജാനകി ആന്റി, കുയിൽ നാദം ചിത്രം എല്ലാരും മാപ്പെനിക്ക് നൽകും. തരാരരാര തരാരരാര
9:30 മണിക്ക് കൗണ്ടർ ബെല്ല് കൊടുക്കണം, ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, 10 മണിക്ക് ഷോ ബെല്ല് കൊടുക്കണം, പടം ഓടിച്ചു തുടങ്ങണം. ഇതൊക്കെയാണ് തിയേറ്റർ ആവുമ്പോൾ വേണ്ടത്. ലാൽ സിംഗ്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എന്നാൽ നിന്റെ എതിരാളി ആരാണെന്ന് അറിയാലോ. അയാൾ തന്നെ. അയാൾക്കും ആ സിറ്റിയിലെ കടയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന് പകിടി എത്ര വേണമെങ്കിലും നീ കൊടുക്കുമല്ലേ? പലിശക്കാശല്ലേ, വെറുതെ കളയാലോ. എന്നാൽ എൻ്റെ പാർട്ടി പാവുക. നിന്നെ പോലെ കാശ് വെച്ച് കപ്പൽ കളിക്കാൻ പറ്റില്ല. അയാൾക്ക് ആ കട വേണം. നിർത്തടാ. വേണമെങ്കിൽ നിന്റെ മോനോട് സംസാരിച്ചോ. എന്നോട് പിടിച്ചു കിഷൻ, പ്ലീസ് വിടാൻ പറ. എന്താ ലാൽ? അവനെ വിട്ടേരെ. നിനക്ക് വേണ്ടത് കടയല്ലേ, അത് ഞാൻ തന്നേക്കാം. ലാൽ, പറ്റിക്കാൻ ശ്രമിക്കണ്ട, പണി കിട്ടും. ഇവനെ പറഞ്ഞോട്ടേക്ക്. ബോസേ, നീയാടാ കറക്റ്റ്. വാസു, ഈ തിയേറ്റർ എനിക്കോ നിനക്കോ സ്വന്തമല്ല. ഇത് കണ്ടും കേട്ടും കെട്ടിയുണ്ടാക്കിയ മുതലാളിക്ക് സ്വന്തം. ഇവിടെ നമ്മൾ താമസിക്കുന്നു, നീ ഉറങ്ങുന്നു, അത്രേ ഉള്ളൂ. നീയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി പഴയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ ഞാൻ ഈ വണ്ടി എങ്ങനെ ഓടിക്കും വാസു? നീ തന്നെ പറ. ഡേയ്, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് ചാടിത്തുള്ളി പോവും. എങ്കിലും അവനെനിക്ക് മകനെ പോലെ അല്ലേടാ. അത് അവനോടൊക്കെ പറഞ്ഞാ പോരെ. ജോ തോമസ്, ഇതാ ഞങ്ങളുടെ കോളേജ്. ഇവിടെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. നീ വന്ന് കണ്ടു നോക്ക്, ത്രില്ലടിക്കും. ജോ, മ്യൂസിക് ഓടാൻ തുടങ്ങിയോ? സൂക്ഷിച്ച്. ഞാനെന്ത് സൂക്ഷിക്കാനാ? കേട്ടില്ലേ? ഗുഡ് മോർണിംഗ് മാഡം. മോഹന, ടൂറെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മാഡം. ജോ, ഇതാണ് ഞങ്ങളുടെ മാഡം. ആരാ? ഗോഡ് ബ്ലെസ് യു മാഡം. ആളൊരു പാവാ, പക്ഷെ കണ്ണ് കാണില്ല. ഞങ്ങള് ടൂർ പോയിരുന്ന ട്രെയിനില് പാടി പിച്ചെടുക്കായിരുന്നു ഇയാള്. ബ്ലൈൻഡ് സ്കൂളിൽ ചേർക്കാൻ ഞാൻ കൊണ്ടുവന്നതാ. ആ മുഖം കണ്ടില്ലേ മാഡം? മ്യൂസിക് കേൾക്കുമ്പോ മുഖത്ത് സന്തോഷം. ഇതെന്താ മാഡം അയാളുടെ സംഗീതവാസന കണക്കാക്കാതെ ഷർട്ടിന്റെ മണം പിടിക്കുന്നേ? വാജോ, ഇത് ചെങ്കൽ വെച്ച് കെട്ടിയ സംഗീത ജയില. ഇവിടെ മണി അടിക്കുന്നവർക്കേ പാട്ടുള്ളൂ. എന്തെടാ പായലുകൾ എങ്ങനെ പേടിപ്പിക്കരുത്. മാറൂലേ? ഞാൻ പിടിച്ചു നോക്കണോ? അങ്ങനെ മാറിയിരിക്കുവാ. എന്താണോ? എന്താ? എന്തിനാ അവൻ അടിച്ചേ? ആരാടോ താൻ? ആരാന്ന്? തനിക്ക് എന്താ വേണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കണോ? ആരാടോ താൻ? വാസു, MLA അർജന്റായി വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. വാ. സൂക്ഷിച്ച് എന്തൊരു സൂക്ഷിക്കാണ്ട. ഇനി എന്തൊരു സൂക്ഷിക്കാ? ഒറ്റയടിയിൽ പല്ലത്തിരി പോയി. എത്ര വർഷമായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു. നോക്കടാ, മാനേജറും അയാൾ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട. കെട്ടിപ്പിടിച്ചതെങ്കിൽ അവന്റെ കയ്യിൽ കത്തിയോട്ടാന്ന് നോക്കടാ. നീ നടങ്ങ്. അവനെ കണ്ടിട്ട് വില്ലനെ പോലെ ഉണ്ടടാ. ഈ തിയേറ്ററില് ഞാൻ മാനേജറായിട്ടിരിക്കുകയാണിപ്പോ.
എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പഴയതൊക്കെ മറന്നു ജി. നിങ്ങൾ 20 വർഷം ജയിലിലായിരുന്നു. അവസാനം കൽക്കട്ടയിൽ. അവിടെ വെച്ചാണ് അറിഞ്ഞത് നീ മദ്രാസിലുണ്ടെന്ന്. ജി, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ ആളുകൾ തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞ മാതിരി ചെതറിപ്പോയി. ലക്ഷ്യമില്ലാതെ കറങ്ങി നടന്ന് കണ്ണിൽ കണ്ടവരെല്ലാം കുത്തി നോവിച്ചിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പറന്നകന്നു. പൊങ്ങുതടി മാതിരി ഒഴുകി നടന്ന് ഞാൻ ഈ മദ്രാസിലെത്തി ഒതുങ്ങിക്കൂടി. 15 വർഷമായി. അവരൊക്കെ ഗംഗ, എന്റെ ഭാര്യയും കുട്ടിയും തേടിക്കൊണ്ടിരിക്കുക. തങ്ങാനൊരു സ്ഥലം വേണം. ഏയ് ഏയ് ആരാ ഇത്? എൻ്റെ റൂം തന്നെയല്ലേ ഇത്? ഏയ് ഹലോ, എന്താ എന്താ നോക്കുന്നേ? ഓ ഓ ഓ നിങ്ങളാണോ? തമ്പിക്കെന്താ ഊര്? എവിടെയുള്ള സ്ഥലം? എന്താടാ ഇത്? നീ അപ്പുറത്ത് പോയി കിടന്നുറങ്ങി. നിന്നോട് അപ്പുറത്തേക്ക് പോകാൻ. ഒരു കാലത്ത് എന്റെ ദൈവമായിരുന്നു അദ്ദേഹം. ഒരു കാലത്തോ? അതേടാ, എഴുന്നേക്ക്. ഞാനാ വിളിക്കുന്നത്. കണ്ടിട്ട് പോവാം. ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് പോട്ടെ. എഴുന്നേക്കാനോ? എഴുന്നേക്കാനാ പറഞ്ഞ. ദേവൻ കള്ളു കുടിച്ചോണ്ടോ ദൈവത്തെ കാണുന്ന? അയ്യോ, വിവരം കിട്ടവനെ അയാളെ മുമ്പ് വെച്ച് ബോസ് എന്ന് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ശരി ബോസ്. നിന്നെ ഞാൻ സോറി ബോസ്. ഇന്ന് അണ്ണാമല സിനിമയാണ് നൂൺ ഷോയ്ക്ക് എന്ന് പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. അണ്ണാമലയുടെ പ്രിന്റും പെട്ടിയും വന്നോ? അത് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് കാലത്ത് വന്നല്ലേ, ചെന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു ബോസ്. അയ്യോ, ഓടി നടക്കണ അയ്യോ പപ്പനാവ സ്വാമി. ആർക്ക് വായുഗുളി മേടിക്കാൻ പോവാടാ കാലമാളാ? അണ്ണാമലയുടെ പ്രിന്റ് എടുക്കാൻ പോണ്ടേ? പോണ്ടേ? ഞാൻ പയ്യാലേ പെട്ടി വരൂ. അപ്പൊ പോവാം. അപ്പൊ അവന് വാസന എഴുപ്പിര്. പണിയാ? അണ്ണാമലയുടെ പ്രിന്റ് പറഞ്ഞു വേണ്ടേ? നോക്ക്, അണ്ണാമലയുടെ പോസ്റ്റ് ഒട്ടിച്ചപ്പോ അരക്ക് തുണി ചുറ്റിയാനാ ഞാൻ. എന്നെ പറ്റി നിനക്ക് അറിയത്തില്ല. അതെ ഇപ്പൊ കണ്ടു. കാണാന്നല്ലേ പോണത്. വാസു വാസു. അയ്യോ അയ്യോ അയ്യോ. അപ്പൊ നീ കൊണ്ടിടം കൊണ്ട് തന്നെ തരത്തത്. ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. വാസുവിനെ ഞാൻ പതുക്കെ എഴുപ്പിക്കാം. നീ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ചെല്ല്. പോടാ പോവൂലേ? വാസു വാസു, നീ സ്വപ്നം കണ്ടുറങ്ങണമെന്ന് പറഞ്ഞാണ് കൂടെ വരണത്. ചവിട്ടി തള്ളിക്കളയല്ലേ. അയ്യോ, ക്ലൈമാക്സ് കായ് വാങ്ങി തിന്നണല്ലേ ഇങ്ങനെ ഇടം മുഴുവൻ. ആരാത്? നിന്റെ മുഖത്ത് കണ്ടില്ലേ സാധനം ഇരിക്കണേ? എന്താണ് ബലം പിടിക്കുന്നത്? വണ്ടിക്കകത്ത് ആരാന്നറിയാമോ? ആരായിരുന്നു എനിക്കെന്തറി? വെളിയിറങ്ങാൻ പറയാടുത്ത്. സെക്രട്ടറി. അയ്യോ കണ്ടില്ലേ, വേറെ അലവില്ലാതെ വന്ന് ഇറങ്ങണത്. ഒരു വെള്ള അംബാസിഡർ വന്നാ മതി, എല്ലാവരും കൂടെ ഇടിച്ച് കയറിക്കോളും. കണ്ടില്ലേ വന്നില്ല. നേതാവിനോട് മാപ്പുറടാ നായ.
എടാ വൃത്തിയായിട്ടവനെ അണ്ണന്റെ അടുത്ത് മാപ്പ് പറയടാ. പൊളിറ്റിക്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാ തോന്നുന്നത്. ഇപ്പൊ എന്തിനു വേണ്ടത്? മാപ്പ് ചോദിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആട്ടോയിൽ ഒരുത്തം കിടന്ന് ഉറങ്ങണം, അവനെ എഴുപ്പിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം. ഹലോ എണീക്കടാ. നിന്നോട് കിട്ടിയടാ പണി. വാടാ, നീ കൂടെ പോയി വാങ്ങിര്. അവനാണ് എന്നെ എന്നെ തൂക്കി എറിഞ്ഞോലെ എന്നെ അവനെ. എന്താ പ്രശ്നം? അതാണ് എനിക്ക് അറിഞ്ഞിരുന്ന കാര്യത്തിന്. അണ്ണാമലെ പെട്ടിയിലാണ് അവനേക്ക് ഒരു കളി. പെട്ടിയിൽ രജനീന്റെ പടമാണ്. രജനിയെടുത്ത് ആ കളി. രജനീന്റെ പടമാണ്. ക്ലൈമാക്സ് ഒക്കെ എന്തൊരു പാടാ. വാസു വാസു ക്ലൈമാക്സ് ഇതാ പോട്രാ. ഓടിച്ചിട്ട് പിടി. ഏയ് വണ്ടി എടുത്ത്. ഏയ് വണ്ടിയുടെ മുകളിൽ പടത്തിന്റെ റീലുണ്ട്, വിളിച്ചിട്ട് നിൽക്കാതെ പോവാ. എടാ റൗഡി റാസ്കൽ, നീ കാണുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കും. എന്നോട് വഴക്കുണ്ടാക്കാൻ നിന്ന് വന്നിരിക്കാ. കൂവണ്ട, ആ റീലിതാ. ഒരു സോറി പറയാൻ വയ്യ, റൂൾസ് പറയാ. റീലല്ലേ വേണ്ടേ? ഇപ്പൊ തരാം. ദാ തരാം തരാം, മനസ്സില്ല. മോളെ കൊണ്ടുപോവില്ലേ? അയ്യോ വാസു കേറി വാസു. ആ എങ്ങോട്ട് പോയോ എന്തിനും. ഏതിലെ പോയോ എന്തിനോ. ക്ലൈമാക്സ് റീലാണ് വാസു. മിണ്ടാരിടാ. വണ്ടി നമ്പർ നോട്ട് ചെയ്തില്ലേ? TN092929. RT ഓഫീസിൽ പോയി അഡ്രസ് കണ്ടുപിടിച്ച് റീൽ മേടിച്ച് പോവാം. ഞാൻ തിയേറ്ററിലുണ്ടാവും. അയ്യോ സാറേ സാറേ എന്തോ സാറേ അത് കായകൾ വാച്ച് ഞങ്ങളെടുത്ത് തരി. സാറേ അത് രജനീന്റെ പടത്തിന്റെ ക്ലൈമാക്സ് ഇല്ല. അഡ്രസ് എല്ലാം കമ്പ്യൂട്ടർ ഫീഡ് ആയിരിക്കുക. ഓപ്പറേറ്റർ വരണ്ടേ? അതിന് ആപ്പറേറ്റർ തന്നെ ഞാൻ ഇല്ലേ വരി. നെഞ്ചിലെ വാഴപ്പൂ കൂട്ടയിൽ എന്ന പൂ പുഷ്പു കൊണ്ടയിൽ താഴമ്പൂ നെഞ്ചിലെ വാഴപ്പൂ കൂടയിൽ എന്ന പൂ പുഷ്പു. അയ്യോ ഷൂ മാക്കി റീല് വന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഷൂ ഇവരെ എവിടെ പോയി തേടും? മാക്കി റീല് വന്നില്ല, പടം ഞാൻ എങ്ങനെ ഓടിക്കും? ഷൂ എന്തിനാ പെർസിന് ഗർഭമുണ്ടല്ലേ? ശമ്പളം മാറ്റല്ലേ? ആദ്യം ടയർ മാറ്റി. ரொம்ப താങ്ക്സ്. അയ്യോ ഈ ചാച്ചി ചാച്ചി കാളിംഗ് ബെൽ എവിടെ ഇരിക്കണേ ചാച്ചി? നീ ആ തെണ്ടി എന്നല്ലേ? അതേ തെണ്ടി തന്നെ ചാച്ചി. ആ ക്ലൈമാക്സ് തൊണ്ടി ഇങ്ങതാ. മതി മതി, എനിക്ക് അയ്യോ ക്ഷീണിച്ചു പോയല്ലോ. കാറ്റോളാം. ആകത്ത് പട്ടി ഉണ്ടാന്തോ? ബൗ ബൗ ഇല്ല ബാ. ചാച്ചി എത്തിപ്പോലെ തണുത്ത വെള്ളം തരണേ. ഇന്നിത് എത്രാമത്തെ കേക്കാ? എനിക്കല്ല മമ്മി, ഒരു ഫൂളിനാ. ഫൂളിനോ? മമ്മിക്ക് അറിയില്ല. ഏതാടി എനിക്കറിയാത്തത്? നിന്റെ കാറിന്റെ കണ്ണാടി ഉടഞ്ഞിട്ടുണ്ടല്ലോ, അതെനിക്കറിയില്ലെന്നാ? അതോ ആരും അറിയാതെ മറച്ചു വെച്ചിരിക്കാ? അതും എനിക്കറിയില്ലെന്നാ?
എന്റെ ആറ്റുകാലമ്മച്ചി ക്ലൈമാക്സ് കാണുന്നില്ലല്ലോ. ഡാ തെണ്ടി. അതാ ഞാൻ ഇവിടെ തന്നെ അച്ചിരിക്കണത്. അണ്ണാമല അണ്ണാമല. വാങ്ങ്. കഴിച്ചോ? കാക്ക്. ഇന്ന് എന്റെ ഡാഡിയുടെ ബർത്ത്ഡേ. ചേച്ചി ചോദിക്കാതെ തന്നെ കേൾക്കുന്നില്ലേ? ചോദിച്ചിട്ടും ക്ലൈമാക്സ് വരാത്തെന്ത്? ക്ലൈമാക്സ് അല്ലേ? ദാ വരുന്നു. എന്തര് മാമനല്ല ചിറ്റപ്പൻ. ഞങ്ങളൊക്കെ മാമൻ വിളിക്കില്ല. ഇത് ഡെപ്യൂട്ടി കമ്മീഷണർ മിസ്റ്റർ രഞ്ജിത് ബോസ്. ആരായി റാസ്കൽ? നിന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടിനും എനിമിക്ക് നടുവില്. ഒരു കാഴ്ച ഈ മാമ ആര് ചേച്ചി? ഇത് എന്റെ ചേട്ടൻ അശോക് രത്നം, അസിസ്റ്റന്റ് കമ്മീഷണർ. എല്ലാവരും എന്റെ ഡാഡിയുടെ ബർത്ത്ഡേക്ക് പെർമിഷനോടെ വന്നിരിക്കുക. ആരായി അലവലാതി? നിന്റെ ഫ്രണ്ടാ? ഉടനെ ഫ്രണ്ടിനും എനിമിക്കും നടുവില്. ഇവന്റെ ലുക്ക് അത്ര ശരിയല്ലല്ലോ. ചേച്ചി സമയം പോണേ. ചുമ്മാ ഇരിക്ക. ആദ്യം ആ കേക്ക് കഴിക്ക. വലിയ മാമൻ വരണേ. ഈ വലിയ മാമ ആര് ചേച്ചി? ഇത് എന്റെ ഡാഡി, പോലീസ് കമ്മീഷണർ. പേര് ബിർല ബോസ്, IPS. ഇതാരമോളെ ഒരു ഫ്രോഡ് ലക്ഷണം ഉണ്ടല്ലോ, നിനക്ക് പരിചയമുണ്ടോ? അതെ ഫ്രണ്ട് തന്നെ. 1 മണിക്കൂറിന് മുമ്പ് ആ കാറിന്റെ ചില്ലടിച്ച് ഒട്ടിച്ച് കിടക്കുന്ന ഞാൻ. അപ്പൊ ഇനി ക്ലൈമാക്സ് റീൽ വേണ്ടേ? അണ്ണമലയുടെ ക്ലൈമാക്സ് ഡാഡിയുടെ റൂമിലായിരിക്കുന്നത്. ഡാഡി ആക്ച്വലി എന്താ കാര്യം? ഒരു പ്രശ്നമില്ല. അണ്ണാമലയുടെ ക്ലൈമാക്സിലെ നിങ്ങൾ ഒറ്റയ്ക്ക് വെച്ച് കണ്ടോളി. അണ്ണാമലയുടെ ക്ലൈമാക്സ് ഹരോഹര. ഞാൻ വരട്ടെ സാറേ. എന്താ മോളെ നീ ഇങ്ങനെ ചിരിക്കുന്നു? ഒന്നുമില്ല ഡാഡി. എന്താ മോഹന, എവിടെ നിന്റെ ഫ്രണ്ട്? എന്താ അർജന്റ് ജോലിയെന്ന് പറഞ്ഞ് ഓടി. அடே நண்பா உண்மை சொல்வேன், சவால் வேண்டாம் உன்னை வெல்வேன், வெற்றி நிச்சயம் இது வேத சத்தியம். എന്താടാ? ഉള്ള റീലാണെങ്കിൽ ഓടി തീരാറായിരിക്കുക. ബാക്കി കൊണ്ട് ഇനി അവൻ വന്നില്ലെങ്കിൽ റീൽ എവിടാ? വാസു, അണ്ണാമലയുടെ ക്ലൈമാക്സ് അമ്പൊന്നായിപ്പോയി വാസു. ആ പെണ്ണിന്റെ വീട് പോലീസ് ക്വാർട്ടേഴ്സ് ആണെന്നാണ് തോന്നണേ. അതിലാ മൂപ്പിലാൻ ഭയങ്കരനാണ് വാസു. അയാളാണ് കമ്മീഷണർ, ആ പെണ്ണിന്റെ അച്ഛൻ. ആണോ? കമ്മീഷണർ ആരാ? ആ പേരിലൊരു സിനിമയുണ്ട് വാസു. എന്തെന്നറിയാമോ? ബിർള ബോസ്. കമ്മീഷണറുടെ പേരെന്താ പറഞ്ഞു? അതറിഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ എന്തിനു പുള്ളി എന്തായാലും പറഞ്ഞേക്കാം. ബിർള ബോസ് അണ്ണാ. ബോസ് ഇല്ല, വണ്ടി എടുക്ക്. റീല് ഞാൻ വാങ്ങിച്ചുതരാം. എടാ ഇരുന്ന് ഉറങ്ങിക്കളല്ലേ നീ? ബോസും ഞാനും കൂടെ വരട്ടെ. കേറ്. വാസു അല്ല, ഇത് തന്നെ വീട് കേട്ടാ. രാജി ഇതെല്ലാം അവിടെ കൊണ്ടുപോയിക്കേ. എന്താ നോക്കുന്നതെന്ന് ചോദിച്ചില്ലേ? നിക്കവിടെ. ഏയ് രാജി, അങ്കിളിന് ഫോൺ ചെയ്യേ. എടാ നിക്കവിടെ. നീ എങ്ങനെ അങ്ങോട്ട് വന്നേ? വീട്ടിൽ ആരും ഇല്ലാന്ന് വിചാരിച്ചാ അതിക്രമം കാണിക്കും. ഫോൺ വെക്കടേ. ഫോൺ വെക്കാൻ. മമ്മി, എന്താ ഈ ശബ്ദം? അയ്യോ, വിടടാ മമ്മി. മമ്മി വിടടാ. വിടാനല്ലേ പറഞ്ഞേ? മമ്മി. റീൽ എവിടെ? ക്ലൈമാക്സ് റീൽ എവിടെയാടി? തരാം. മമ്മി വിട്. എന്താ നീ ചെയ്തത്? സൂക്ഷിച്ചോ. പപ്പനാമസ്വാമി റീല് കൊണ്ടുവരുന്നു. വാസു റീല് കിട്ടിയടാ. ഇത് നമ്മൾ കലക്കും. വണ്ടി എടുക്ക്. വാസു കയ്യിൽ വേഗം പോടാ. വാസു ആ നെട്ടക്കൊല്ല കണ്ടില്ലല്ലേ? അവൻ പോയി ചാവട്ടെ, നീ വണ്ടി എടുക്ക്. എടോ സെൻട്രി വാടോ. എവിടെ
പോയി കിടക്കുമായിരുന്നു താൻ? ഏതൊരുത്തും വീട്ടിൽ കയറി വന്ന് മോഹനെ കത്തി വെച്ച് കുത്തിയിട്ട് പോയി. എവിടെ പോയി കിടക്കുമായിരുന്നു താൻ? എങ്ങനെയാ അവനകത്ത് വന്നത്? സാറ് വരട്ടെ, വെച്ചിട്ടുണ്ട്. ഏറ്റില്ല ഒന്നും കൊടു. വഴക്ക് നീ എന്തിനാ വിലക്ക് വാങ്ങുന്നത്? വിലക്ക് വാങ്ങിക്കണം, മുറിവ് ഫ്രീ. ഡോക്ടർ പതുക്കെ. ആരുടെ അവൻ? ആർക്കറിയാം? അവൻ ചാടി കയറി അകത്ത് വന്നു കത്തിയും കൊണ്ട്. കണ്ണടച്ച് തുറക്കും മുമ്പ് എല്ലാം സംഭവിച്ചു. നിക്ക് 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 ചിറ്റപ്പ, ഒന്ന് ചേട്ടനെ പിടിക്കൂ. ഇനി എടുത്തോ. എന്താ അവിടെ കാണാതിരിക്കുന്നത്? ഓടോ. അല്ല മോഹന, നിനക്കെങ്ങനെ ഈ റീല് കിട്ടിയത്? ഏത് പടത്തിന്റെ റീല്? മല, അണ്ണാമല. അപ്പൊ ഏകദേശം ആ ക്രിമിനലിനെ കിട്ടിയ പോലെ തന്നെയാ. അതെ ചേട്ടാ, സിറ്റിയിൽ ഏത് തിയേറ്ററിലെ അണ്ണാമല സിനിമയിൽ സെർച്ച് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അവൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടവനായിരിക്കും. അവനെ കണ്ട കയ്യോടെ പിടിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കണം. വിവരം ഉണ്ടോ നിനക്ക്? പത്രക്കാരറിഞ്ഞ ഫസ്റ്റ് പേജിൽ പബ്ലിഷ് ചെയ്യും. മോഹനയുടെ ഫോട്ടോയോടൊപ്പം പട്ടാപ്പകൽ കമ്മീഷണറുടെ വീട്ടിൽ കയറി കമ്മീഷണറുടെ മകളെ കത്തികൊണ്ട് ചതക് ചതക് എന്ന് കുത്തി. തമാശ പറയാൻ നേരെ അത്. അവനെ കണ്ടുപിടിച്ച് ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കി 10-12 വർഷം ഉള്ളിൽ തള്ളിയാലേ അവൻ പാഠം പഠിക്കൂ. വേണ്ട, കള്ളക്കേസ് ഒന്നും വേണ്ട. ഈ ഡാഡി എപ്പോഴും ഇങ്ങനെ ഇരിപ്പ നീതി ന്യായം എന്നൊക്കെ പറഞ്ഞ്. അപ്പോ നമ്മുടെ മോഹനയുടെ പേര് കേസ് കൊടുക്കാന്ന് വെച്ചാ ഇവിടുത്തെ പെണ്ണിനെ മാനക്കേടുണ്ടാവുക, അതിനൊരു കുഴപ്പമില്ലേ? അതൊന്നും വേണ്ട മോളെ, അകത്ത് വാ. നന്നായി. എല്ലാരോടും ക്ഷമിച്ചോ. കഴിഞ്ഞത് കഴിഞ്ഞു, ഊതി പെരുപ്പിക്കണ്ട. അത് വിട്ടാര്. അശോക്, ഏട്ടൻ അങ്ങനെയൊക്കെ പറയും. അവനെ ആദ്യം കണ്ടുപിടിച്ച് ആളിനെ ഇല്ലാതാക്കിയ കേസേ ഇല്ലാതാക്കാൻ നമുക്ക്. അങ്ങനെ ചേട്ടൻ അറിയില്ല. അവൻ ആരായാലും ശരി, എവിടെ ആയാലും ശരി. എന്താടാ ഇത്? കിരീടത്തിന് ഒരു പളവളപ്പ് പോരാ, സ്വർണം പോലെ തോന്നണ്ടേ? എനിക്കാണെങ്കിൽ ഈവനിങ് ഷോയ്ക്ക് സമയമായി. ടൊയേഡായോണ്ട് പാല് കൊണ്ട് തരാൻ പറഞ്ഞേക്കിന്. എന്താ കുടിക്ക്. എന്താടാ ഒരുമാതിരി ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്ന പോലെ? ഞാൻ നടത്തുന്ന വിനായക ചതുർത്ഥിയെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാടാ പറയുന്നേ? ചെവി ഓട്ടണ തെറിയാണ് പറയണ. ഇത്രയും വലിയ വിനായകൻ ഇവിടെ വെച്ചല്ലേ, എന്നിട്ട് തൊട്ടടുത്ത് ഒരു ചുണ്ടിലി വെക്കാൻ പറ്റാത്തത്ര നാറിയായി പോയില്ലെന്ന്. ചുണ്ടലി അല്ലടാ, വിചാരിച്ചാൽ പെരിച്ചാഴിയെ കൊണ്ടുവരും. പെരിച്ചാഴി എന്തിനാ? നിങ്ങൾ നേരിട്ട് ഉടുപ്പൂരി അങ്ങ് ഇരുന്നാ പോരെ. നല്ല ഐഡിയ, വെരി ഗുഡ് ഐഡിയ. എന്താണ് പാല് കാണുന്നില്ല ബോസ്? ഏമ്പക്കം വിട്ടു. ഗണപതി പാല് കുടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഗണപതി ഏമ്പക്കവും വിട്ടു. പിള്ളയാരപ്പാ വിനായകനെ. സിറ്റിയിൽ ഈ തിയേറ്ററിൽ മാത്രം അണ്ണാമല പ്രൗഢത്. മോഹന, ശരിക്കും നോക്കിക്കോ. കമ്മീഷണർ വീട്ടിൽ കയറി ഇങ്ങനൊക്കെ ചെയ്യുന്നവൻ നാളെ നാട് തന്നെ നശിപ്പിക്കും. ഇതവന്റെ അവസാനത്തെ കളിയായി. ഏതോ മഫ്തിയിലിരിക്കുമ്പോ സല്യൂട്ട് അടിച്ച് ആളെ കാണിച്ചു കൊടുക്കാതെ. പോലീസ് തേടുന്നുണ്ടോ നിന്നെ? പൊയ്ക്കോ. അതാ അവനാ. നീ ഇന്ന് തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാം. പോലീസ് സ്റ്റേഷൻ സറണ്ടർ ആവാൻ പോണാ? ഡേ വാസു, ഡേ നീ ഇങ്ങോട്ട് ഒരു കാര്യം പറ. ഇങ്ങോട്ട് വാ. അന്ന് നീ കുടിച്ചിട്ട് ബേളം ഉണ്ടാക്കിയില്ലേ, അതിന് പകരം നിനക്കിട്ടൊരു പണി തരാനിങ്ങേരി. നീ സൂക്ഷിച്ചിരുന്നോ? ഇങ്ങോട്ട് നോക്ക്. യഥാർത്ഥത്തിൽ നിന്നെ സഹായിക്കണമെങ്കിൽ ഇന്നലെ മാത്രം തന്നെ പോലീസുകാരെ ഇന്ന് രക്ഷിച്ചത്. രാത്രി പോലീസിന്റെ കയ്യിലകപ്പെടാതിരിക്കാം. എന്താ സാർ,
നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയവൻ ഇവിടെ വന്ന് സറണ്ടർ ആയിരിക്കും സാർ. ചേട്ടാ ചിറ്റപ്പനോട് ചോദിക്ക്. ഗുഡ് ന്യൂസ്. മമ്മി എന്നെ കത്തിയോണ്ട് കൊത്തിയോ കൊള്ളിയോ? ഇനി അവന് രക്ഷയില്ല. സാർ, കാഴ്ചക്ക് ഞാൻ കള്ളനാണെന്ന് തോന്നുമെങ്കിലും ഞാനൊരു മോഷ്ടാവൊന്നുമല്ല സാർ. ഞാനൊരു പാവാ സാർ. ഭാര്യയ്ക്ക് ചാരായം വാങ്ങിക്കാൻ പോയതായിരുന്നു സാർ. എന്താ കൂന്നുകളെ ഞാൻ റാസ്കൽ. हेलो कौन है? तुलसी? क्या तुलसी? कलकत्ता तुलसी? हमारा तुलसी? जी बोले जी. നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. സാർ സാർ എന്താണോ സാർ? ആശയരാജയുടെ ഫോൺ ലൈനിൽ വെയിറ്റ് ചെയ്യുക. ഹലോ, കമ്മീഷണറെ, ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല സർ. ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെന്തിനാ ബീറ്റ് വില ഒരുത്തനെ നിങ്ങളുടെ അനിയനും മകനും കൂടി വിചാരണ ചെയ്യാൻ പോയിരിക്കുന്നേ? എവിടെ? ലോക്കപ്പിലുണ്ട് സാർ. വരണം. അവിടെയുണ്ട് സാർ. സാർ ഫോൺ കമ്മീഷണർ ലൈനിലുണ്ട് സാർ. എന്താടാ ഇത്? എല്ലാം വിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ആ പയ്യനെ വേഗം റിലീസ് ചെയ്യുക, എന്നിട്ട് വീട്ടിലേക്ക് വാ. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. മിനിസ്റ്റർ വരെ പോയില്ല കാര്യങ്ങള്. പിന്നെ ഞാനെന്തിനാ ചേട്ടാ? അത് ഏയ്, എല്ലാത്തിനും പേര് എനിക്ക് എന്നെ മോളാ. ആദ്യം ഞാൻ അവളുടെ അച്ഛനാ, അത് കഴിഞ്ഞ പോലീസ് കമ്മീഷണർ. ആയിരത്തിലധികം TV ചാനലുകളുണ്ട്, അതിലെല്ലാം എന്റെ മോളെ കുറിച്ച് വാർത്ത വരും. അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അവളെന്തേ കിച്ചണിൽ പോയി ഒളിച്ചിരിക്കുക. വെറുതെ ഒരുത്തിനെ പിടിച്ചു വെച്ച് കേസില്ലാതെ മർദ്ദിക്കുക. അത് ഈ മഹാറാണി പോലീസ് ബന്ധത്തോടെ കാണിച്ചു കൊടുക്കുക. നന്നായി. വഴക്ക് വിലക്ക് മേടിക്കാനല്ല, ക്ഷമിക്കാനാ പഠിക്കേണ്ട പെണ്ണുങ്ങള്, അറിയാവോ? ഇങ്ങനെ ചിരിച്ചെന്നെ മയക്കിക്കോ നീ. ഇതോടെ ഈ വിഷയം അവസാനിപ്പിച്ചായിരുന്നു. എന്താ കുട്ടി, എങ്ങനെയുണ്ട്? കളിതമാശൊന്നും വേണ്ട. നിന്നെ കെട്ടിയവനെ പോലെ ഞാനും ഒരു IPS ആ. കുട്ടി കിട്ടിയൊന്നും വിളിക്കരുത്. ആരുണ്ട് ഇവിടെ? നിക്ക്. ഓടല്ലേ നിക്കാൻ. നിക്കാനാ പറഞ്ഞേ. ഓക്കെ, ജീവിച്ചു പോക്കോ. ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ എല്ലാവരും ഹാളിൽ വന്ന് ഹാജരായിക്കോ. ഇത് കുട്ടിയുടെ ഓർഡറാ. എന്താ അളിയാ, പോലീസിന്റെ വയറ് കൂടി വരാണല്ലോ. കുറയ്ക്കേ. എന്തൊക്കെയാ ശാപ്പാടായി? പാചകം. എന്റെ കുട്ടിക്ക് എന്താ ഇഷ്ടം എനിക്ക് അറിഞ്ഞൂടെ. ഇത് ലോഡ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, നോ ബുള്ളറ്റ്സ്. കത്തിക്കൂട്ടം വന്ന് കയറിയപ്പോഴേ തുടങ്ങി. ഇനി മുതൽ എന്നെ കത്തിക്കൂട്ടാന്ന് വിളിക്കരുത്. ട്രെയിനിങ് കഴിഞ്ഞ് 11ാമത്തെ മാസത്തിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടും. അതോടെ നമ്മൾ രണ്ടുപേരും ഈക്വലാ. അയ്യോ, ബ്ലേഡ്. വാസു, മനസ്സിലായ? ആസൈറാജ്. നമ്മുടെ കൽക്കട്ട തുളസി നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞു. ഗുഡ്. വേറൊന്നുമല്ല, നമ്മുടെ സുഹൃത്തൊരുത്തന് പോലീസ് കസ്റ്റഡി മരിച്ചു. എന്തെങ്കിലും ചെയ്യേണ്ടെന്നൊരു തോന്നല്. എങ്ങനെയാ, കൂടുന്നോ? വാസു, വിളിക്കുമ്പോ വേണ്ടാന്ന് വെക്കണ്ട. ആള് പുലിയാ. ആശ വേണ്ട. വാസു, ആരെന്ത് പറഞ്ഞാലും വേണ്ട, ശരിയാവില്ല. ദിവസവും കഴിക്കാനുള്ള ആഹാരം കിട്ടുന്നുണ്ട്, അത് മതി. ഓക്കെ.
അല്ല, എനിക്കൊരു ഡൗട്ട്. അതേ ഡൗട്ട് തന്നെയാണ് എനിക്ക്. ഒരു ദിവസം നമ്മളെ തേടി വരുന്നേ. ഡേയ്, എത്ര നാളായടാ ഇത് തുടങ്ങിയിട്ട്? അത് കുറച്ച് നാളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ബോസ്. ഇതുവരെ എത്ര അടിച്ചു മാറ്റിയിട്ടുണ്ട്? എനിക്കൊന്നും അറിയത്തില്ല. എടാ, മോഷ്ടിച്ചിട്ട് കണക്കറിഞ്ഞൂടെന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ? അക്കൗണ്ടൊക്കെ വേറെ ആളല്ലേ നോക്കുന്നത്. എടാ മഹാഭാവികളെ, ഇതിന് അക്കൗണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ആരാടാ അവൻ? എവിടെയാ അവൻ? ഇവിടെ തന്നെ ഉണ്ട് മുതലാളി. ഡേയ്, നീയാ നീ ചോദിക്കാതെ ആരെന്ന് പറ. നിങ്ങളുടെ മുമ്പിൽ തന്നെ തിരിഞ്ഞു നോക്കുന്ന ആള്. തിരിഞ്ഞില്ലടാ ഇങ്ങോട്ട്. എടാ, ഇത് ഇലക്ഷൻ അല്ല കാലിൽ വീഴാനൊന്നും. കാലിൽ വീഴുന്നൊരു സമയം കൊല്ലൊക്കെ ഉണ്ട്. എഴുന്നേര്. ഞാൻ വെറുതെ ബോസിനെ ഒന്ന് പരീക്ഷിച്ചതാ. ആക്ടിങ് എന്റെ അടുത്ത് സിനിമ ആക്ടിങ് നടത്തുന്ന കണ്ടുപിടിക്കുന്ന ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ. വാസു, നീ നിന്നെ തന്നെ എങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാ? ചോദിക്കാൻ താൻ ആരാടോ? ആ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ കുടിച്ചില്ലേ? ആർക്കാടോ അറിയാത്തത്? ഒരു ദിവസം ആർക്കോ വേണ്ടി തന്നെ പൂശാൻ വന്നതാ ഞാൻ. അതെ, ഇതാണ് ഈ മുൻകോപം, ഈ എടുത്തിയാട്ടം, അതൊക്കെ കുറച്ച് കൂടുതൽ നിനക്ക്. നമ്മുടെ ജിയെ പോലെ. അതാ എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടത്. തല്ലാൻ അറിയാ ഇവന്. നമ്മുടെ തിയേറ്ററിന് നിന്നെ പോലെ ഒരാൾ ആവശ്യമാണെന്ന് കാലൊടിച്ച് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് എന്തും ചോദിക്കോ? ചോദിക്കൂടാ, മനസ്സറിഞ്ഞു ചോദിക്കൂടാ. ഞാൻ നിന്നെ മോനെ പോലെയാ കരുതിയിരിക്കുന്നത്. ഞാൻ നിനക്ക് അച്ഛനെ പോലെയാടാ. നിനക്ക് എത്രയും കോപം വരുന്നുണ്ട്. തീ പോലെ. ഇതേ തീ തന്നെ എനിക്ക് ചോറ് തന്നത് ഒരു കാലത്ത്. പിന്നീട് അതേ തീ തന്നെ എന്നെ ചുട്ടു ഭസ്മമാക്കിയത്. ഓ, തുളസിദാസോ? വാ 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 വാ. ബോസ്, കണ്ടിട്ട് എത്ര വർഷമായി. ഇതുവന്റെ ഭാര്യ. നിങ്ങളും? തുളസിക്ക് കൽക്കട്ടയിൽ വലിയ ബിസിനസ്സാ. ഞാനൊരു ബിസിനസ്സുകാരനാണെന്നാണ് അവള് വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും കൽക്കട്ടയിൽ ഞാനൊരു ഡോൺ, സ്മഗ്ലർ. ഇപ്പൊ CBI എന്നെ വലവീശിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ സ്റ്റേറ്റുകൾ തോറും ഒളിച്ചു കളിക്കുന്നു. പോലീസ് ഓഫീസറുടെ വീടല്ലാതെ വേറെ സുരക്ഷിതമായ സ്ഥലം എനിക്കറിയില്ല. ഗംഗ എന്നെ നിർബന്ധിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റെവിടേക്കെങ്കിലും പോയെന്നെ. ഞാൻ ഇതുവരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതെനിക്കിഷ്ടവുമല്ല. നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. ഞാൻ നിന്നെ വിശ്വസിക്കാം ബോസ്. യു ആർ എ റോങ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. തുളസി, നിന്റെ അത്തം തന്ന ഭിക്ഷയാണ് എന്റെ ജീവിതവും നേട്ടവുമെല്ലാം. എന്നെ വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എപ്പോ നോക്കിയാലും എന്റെ കാര്യം ശ്രദ്ധിക്കുന്നേ. വയറ് നിറച്ച് കഴിക്കേ. ഹലോ, വയറ് നേരത്തെ നടന്നതല്ലേ? ആ ഗംഗ, ഇതാ എന്റെ മോൻ. ഇന്നെന്താ അമ്മേ നമ്മുടെ വീടിന് ചുറ്റും പോലീസ് നിൽക്കുന്നേ? കഴിച്ചിട്ട് പോകാൻ നോക്കടാ. തുളസി, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നേ എന്തിനാന്ന്? എന്തിനാ? അയ്യോ, ഇതെന്താ പോലീസ്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ തുളസി. തുളസി, ഇതെന്താ പോലീസ്? ഇവിടെ എന്താ പ്രശ്നം? എന്നെ വിട്. നിങ്ങളെ തേടി എന്തിനാ പോലീസ് വന്നത്? എനിക്ക് എന്റെ സത്യം അറിയണം. ഗംഗ, സത്യത്തിന് മരണമില്ല. തുളസി ഉന്നതനാണെന്നുള്ളത് സത്യമാണെങ്കിൽ അത്രത്തോളം സത്യമാണ് അവനൊരു ക്രിമിനലാണെന്നുള്ളൂ. തുളസി, പ്ലീസ്, ഞാനൊന്ന് നിങ്ങളെ കൈകൊണ്ട് എത്ര പാപം ചെയ്തു. നിങ്ങളെ പറ്റി എനിക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു? എന്നെ തൊട്ടു പോവരുത്. പേടിക്കണ്ട, ഞാൻ മരിക്കില്ല. പ്രസവിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. ഞാൻ ഈ നാട്ടിലേക്ക് ഇപ്പൊ വന്നതിന്റെ കാരണം എങ്ങനെയെങ്കിലും എന്റെ ഗംഗയും കുട്ടിയെയും എനിക്കൊന്നുകൂടി കാണണമെന്നുള്ളതാണ്.
ഇതെന്റെ ഗംഗയുടെ കൈയക്ഷരം. വായിക്കാൻ അറിയാലോ? ചെറുതായിട്ട് കൂട്ടി വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായി ഞാനും കുഞ്ഞും നിങ്ങളെ വിട്ടു പോകുന്നു. ജയിൽ സെൻസറിങ് കഴിഞ്ഞ് മിച്ചമുള്ളതിതാ. ഇന്ന് ബിർല ബോസ് കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നു. അവനൊരു പക വീട്ടണം. അതിനുള്ള ശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അവന്റെ ചെല്ലക്കുട്ടി, അവന്റെ മോള്, ആ പെണ്ണിനെ ഒരു 2 ദിവസം നീ എവിടെയെങ്കിലും കടത്തിയിട്ട് പോ. 2 ദിവസം ആ ബിർല ബോസിന്റെ വേദന കാണണം. എനിക്ക് കണ്ട് രസിക്കണം. നിങ്ങൾക്ക് ഇമോഷൻ കൂടുതലാണ്. ഇമോഷൻ കൂടിയാൽ ഇഞ്ചക്ഷൻ എടുക്കണം, എന്നെപ്പോലെ. തുളസിക്ക് അത് ചെയ്തു തരണമെന്ന് തോന്നുന്നു. ചെയ്യില്ല. ആ ബിർല ബോസിന് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് പെയിൻ. എന്നാൽ ആ പെണ്ണെന്നെ തിരിച്ചറിയുമല്ലോ. പെട്ടെന്ന് കാണിച്ചു കൊടുത്താ? ഞാനില്ല വാസു. കുറച്ച് നീങ്ങി നിൽക്കോ, വണ്ടി എടുക്കണം. ധൈര്യമായി എടുത്തോ. എന്നാൽ ശബ്ദം വെക്കാതെ വണ്ടി മീനാമ്പാക്ക റോട്ടിലേക്ക് നേരെ എടുത്തോ. എന്താ? അകത്തോട്ട് നോക്ക്. എന്റെ ഡാഡി അറിഞ്ഞ എന്ത് നടക്കുമെന്നറിയോ? റാസ്കൽ. എന്തോട്ടാ കണ്ണ് കാണാൻ പാടില്ല ഒന്ന് ഇടിക്കുക? അഴിക്കണമെന്നാ? അതാ ആദ്യം പറയാൻ പാടില്ലേ? ഇങ്ങനെ ഓടിയാ എങ്ങോട്ട് പോവാനാ? കടത്തിട്ട് വന്ന അത്രയ്ക്ക് മണ്ടന കാറിന്റെ ചാവിയ വിടകല്ലേ? ഞാൻ ആരെന്നറിയോ? റൗഡിയാണ്, റൗഡി. വാ. എന്താ ഭയമുണ്ടോ? എന്റെ പേരെന്താണെന്നറിയോ? വായിക്ക്. ഒന്നും എഴുതിയിട്ടില്ലല്ലോ. വരച്ചിട്ടില്ലേ? അതെന്തൂടണ്? സിംഹപുലിയോ? അതാണ് പേര്. വാ. എന്തിനാ ഭയപ്പെടണേ? സിംഹത്തിനെ പോലെ കടിക്കണോ, പുലിനെ പോലെ പായണോ? എവിടെ കന്നല്? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയി തൊലഞ്ഞോ? എന്റെ അടുത്ത് ചോദിക്കാ? ഇവനാണ് ആള്. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പാടാ. ഇങ്ങോട്ട് പാടാ ശവി. തെമ്മാടി എന്താടാ? എനിക്ക് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? ഞാൻ ചോദിക്കണ്ടേ? ബാസു എപ്പോ വന്ന്? ഇപ്പോ. ഈ പാർട്ടി ആരാണ്? അറിയില്ല. എത്ര ദിവസമായി? 2 ദിവസിയാ? നിക്ക് മോളെ, ഓടാൻ പാടില്ല. വെൽക്കം ടു സിംഗപ്പൂര് കോട്ടെ. ഞാനാണ് വില്ലൻ വീരപ്പന്റെ മാതിരി. നിന്നെ ഇതിന്റെ മോളിന്ന് ഇങ്ങോട്ട് പിടിച്ച് താഴേക്ക് തള്ളിയാലോ? മോളിങ്ങോട്ട് വാ. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടുന്ന് നോക്കിയാ റോഡ് കാണാം, ടൗണ് കാണാം. അതേ 4 തൂണിങ്ങനെ കാണണല്ലേ? അതാണ് നമ്മുടെ കോട്ട, സിംഗംപുലി കോട്ട. നിനക്കവിടെ സുഖമായിട്ട് റാണിയായിട്ട് കുട്ടി കുട്ടി ഇങ്ങോട്ട് നോക്ക്. നീ എന്തുടനാ കരയണേ? എന്തിനാ കരയണെന്ന് പറഞ്ഞിട്ട് കറിയേ? വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ? വിശന്നിട്ടാണെങ്കിൽ ഇത് ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, കുളിക്കാൻ ഡെറ്റോൾ സോപ്പുണ്ട്, ഉറക്കം വരുന്നെങ്കിലേ കുതിരി ഉണ്ട്. നോക്ക് മോളെ, നിന്റെ മാതിരി സിറ്റിയിൽ ഇതുപോലെ കറങ്ങി നടക്കുന്ന പെൺകുട്ടികളും കവിതാക്കളും നേരെ ഇങ്ങോട്ട് വരും. ഇത് അവർക്ക് ഗസ്റ്റ് ഹൗസിന്, ഹിൽ സ്റ്റേഷൻ. ഐ ആം ദി ടേക്ക് കെയർ. പക്ഷെ സർവീസ് ചാർജിന് കേട്ടാ. ഹലോ, ആരെ? വാസുവാ? പറ വാസു. ഞാൻ സുഖമായിരിക്കുന്നു.
തിയേറ്ററിനകത്ത് അല്ല അകത്തുനിന്നാ തിയേറ്ററിനകത്ത് വേറെ ഇതല്ലേ? ഫോൺ വേറെ അവിടെ അയാൾക്ക് ഫോൺ കൊടുക്ക്. ആ കൊടുക്കാം. ഹലോ പർവസു, ആ പെണ്ണ് എൻ്റെ കൂടെ ഉണ്ട്. കണക്ഷൻ പിടിവെച്ച് ഇനി പറ്റില്ലട്ടാ. എടാ സിംഹപ്പുലി, ഇഡിയറ്റ്, ഇപ്പൊ എന്റെ വീട്ടിൽ എന്ത് നടക്കുമെന്ന് അറിയോടാ? ഞാൻ ആരാന്ന് വിചാരിച്ചേ? എന്റെ ഡാഡി ഒരു പോലീസ് ഓഫീസറാണെന്ന് അറിയാം നിനക്ക്? എന്റെ ദൈവേ, ഇവള് പോലീസുകാരന്റെ മോളാണെന്ന് പറഞ്ഞിട്ടില്ല. കമ്മീഷൻ വില്ലബോ സ്പീക്കിംഗ്. ഇത് ഞാനാ. നമ്മുടെ മോളെ കാണാനില്ല. കുളിക്കണ വെള്ളത്തിൽ ഉപ്പാന്ന് പറയാ. ഞങ്ങൾ ഇന്നലെ കുടിച്ച വെള്ളത്തിൽ ഇതിനേറെ ഉപ്പുണ്ടായിരുന്നു. രാത്രി മുഴുവൻ മോഹനെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഫീഷ്യലായിട്ടൊരു ആക്ഷനും എടുക്കണ്ടെന്നാണോ ചേട്ടൻ പറയുന്നത്? എന്റെ മോളുടെ സമയം ശരിയല്ല. നാളെ ഏതോ ഒരുത്തം വന്ന് എന്റെ മോളുടെ കൈ മുറിച്ചിട്ട് പോയി. ഇന്ന് എന്റെ മകളെ തന്നെ കാണുന്നില്ല. എന്റെ ദൈവമേ. തുളസീദാസ് വരാൻ പറയും. ആരും കരയരുത്, ഒന്നും പറയാനും പാടില്ല. ഇവിടെ നടന്നു ഒന്നും അവൻ അറിയണ്ട. പൊയ്ക്കോ. ആരാ ചേട്ടാ? ആ പഴയത് അതാണ്. അവൻ എക്സ് ആണോ അല്ലയോ എന്ന് എനിക്ക് പറയില്ല. എന്താ വേണ്ടത്? എന്തൊക്കെ വേണം എനിക്ക് പറയില്ല. അറിയും. നിനക്കറിയില്ലെന്ന് എനിക്കറിയാം. നമസ്കാരം. ഹലോ, എന്താ തോക്കെടുക്കാതെ എല്ലാരും ഹാജരായിരിക്കുന്നേ? മോഹന മാത്രം മിസ്സിംഗ്. മോഹന, മോഹന ഇത് എവിടെ പോയി കിടക്കുക? എല്ലാവരും എന്തോന്നും മിണ്ടാതെ? കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്താ എല്ലാരും ഒന്നും മിണ്ടാതെ? അവള് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. എന്നാ ഇത് പിടിക്ക്. മോഹനക്കുള്ള ഗിഫ്റ്റാ. വരുമ്പോ മറക്കാതെ കൊടുക്ക്. ഓക്കെ, ഞാൻ വരട്ടെ. സന്തുഷ്ട കുടുംബം. നിന്റെ മോള് മാത്രം കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതായിട്ട് പറ. ശബ്ദമില്ലാത്ത ശാന്തത എവിടെ? യുദ്ധമില്ലാത്തൊരുലകം എവിടെ? രക്തത്തിലുണ്ടാകും ഭേദങ്ങൾ എവിടെ? രഹസ്യമില്ലാത്തൊരുള്ളം എവിടെ? ശബ്ദമില്ലാത്ത ശാന്തത എവിടെ? യുദ്ധമില്ലാത്തൊരുലകം എവിടെ? രക്തത്തിലുണ്ടാകും ഭേദങ്ങൾ എവിടെ? രഹസ്യമില്ലാത്തൊരുള്ളം എവിടെ? പാടരുത്. പാടാൻ പാടില്ലെന്നോ? ഞാൻ പാടും, ഇങ്ങനെ തന്നെ പാടും. എന്റെയും ശബ്ദമില്ലാത്ത. വേണ്ട, ഇനി 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 നീ പാടരുത്. ഇതിൽ കൂടുതൽ പാടാൻ പറ്റില്ല. അവിടെ അത്ര എഴുതിയിട്ടുള്ളൂ. സംഗീതമില്ലാത്ത ജന്മ റൗഡി റാസ്കൽ. നിന്റെ ഈ പാട്ട് എന്നെ എന്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. സംഗീതം അറിയാവുന്നവർക്ക് ശബ്ദം കൂടി പാട്ടാ, അറിയാത്തവർക്ക് പാട്ട് കൂടി വരെ ശബ്ദം. ഞാനൊരു മ്യൂസിക് സ്റ്റുഡന്റ്, സംഗീതം പഠിക്കുന്നവൾ. എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പാടിക്കൂടെങ്കിൽ നീ എങ്കിലും പാട്. ഐ മീൻ ഒച്ച വയ്ക്ക്. ആരും ഇല്ലാത്ത ഈ സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് ഒരു കഴുതരാഗെങ്കിലും കേൾക്കാമല്ലോ. കമോൺ കമോൺ, കൂവ് കൂവട മനുഷ്യ.
ശബ്ദം ഇല്ലാത്ത ശാന്തത എവിടെ? യുദ്ധം ഇല്ലാത്തൊരുലകം എവിടെ? രക്തത്തിലുണ്ടാകും ഭേദങ്ങൾ എവിടെ? രഹസ്യമില്ലാത്തൊരുള്ളം എവിടെ? ഉലയാത്ത ശാശ്വത ബന്ധങ്ങൾ എവിടെ? ഉലകത്തിൽ ആശയ്ക്കൊരങ്കുശം എവിടെ? വരികളില്ലാത്ത വാക്കുകൾ എവിടെ? വയസ്സിനു പറ്റിയ ജീവിതം എവിടെ? ഇടിയൊച്ചയില്ലാത്ത മേഘങ്ങൾ എവിടെ? നിത്യനിരക്ഷയ യൗവനം എവിടെ? കാപട്യമില്ലാത്ത സ്നേഹമൊന്നെവിടെ? കറകലരാത്തൊരു ഹൃദയം എവിടെ? ഹിമകണമണിയും പുൽമുടി എവിടെ? പുൽത്തകിടിയിലെ മെത്തകൾ എവിടെ? താനേ ഉറങ്ങും മിഴിയിണ എവിടെ? തലകോരിയിടും വിരലുകൾ എവിടെ? ആകാശത്തിൻ അതിരുകൾ എവിടെ? നീലക്കുയിലിൻ പാട്ടുകൾ എവിടെ? നടന്നു പോകാൻ നദിക്കര എവിടെ? കിടന്നുറങ്ങാൻ പുൽമേടെവിടെ? തൊട്ടുതലോടാൻ അമ്പിളി എവിടെ? മുട്ടിയുരുമ്മാൻ വാനം എവിടെ? ദുഃഖം മായ്ക്കും നിദ്രകൾ എവിടെ? നിദ്രയിലുണരും കനവുകൾ എവിടെ? ഭൂമിക്കെല്ലാം ഒരു പകൽ വരുമോ? പൂക്കൾ കനശ്വരമായുസ് തരുമോ? മനുഷ്യർക്കെല്ലാം ഒരു മനമെവിടെ? പറവയ്ക്കെല്ലാം തായ്മൊഴി എവിടെ? ഉലകിനെല്ലാം സമമഴ എവിടെ? ഊരിനെല്ലാം ഒരു നദി എവിടെ? വാനും ഭൂവും ഒന്നായിടുമോ? വാഴും നാളിൽ സ്വർഗം തരുമോ? പറവികളില്ല മാനസം എവിടെ? എരിയും തീയാം കവിതകൾ എവിടെ? ശോകം കടഞ്ഞ ജ്ഞാനം എവിടെ? കാമം കടന്ന യോഗം എവിടെ? കാറ്റിനോലും സ്വാതന്ത്ര്യം എവിടെ? കാലിടറാത്ത കടപ്പാടെവിടെ? പൊയ്മുഖമില്ലാത്ത പുഞ്ചിരി എവിടെ? പൊയ് പോകാത്തൊരു കാലം എവിടെ? വിലമതിയാത്തൊരു കാരുണ്യം എവിടെ? വിധി വിലക്കില്ലാത്ത കൽപ്പന എവിടെ? തലയിണ വേണ്ട തായ്മണി എവിടെ? താരാട്ടുന്നൊരു സാന്ത്വനം എവിടെ? ഒരിറ്റു സ്നേഹക്കതിർമണി എവിടെ? ഇതിലൊന്നു പോലും കാൺമീല. ഇതുവരെയൊന്നും നടന്നുമില്ല. ജീവിതം എന്നത് വേണ്ടായേ. മരണം 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 അത് മതിയേ. വാസു 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 ആരാ നീ? കേട്ട എനിക്ക് ശ്വാസം മുട്ടി. പാടിയ നിന്റെ ശ്വാസം പോകുന്ന ഞാൻ കരുതിയേ. ആരാ നീ? നോക്കു വാസു, നീ വെറും ഒരു പാറയല്ല. പാറയ്ക്കുള്ളിൽ നീരുള്ള പോലെ എന്തോ നിന്റെ ഉള്ളിലുണ്ട്. ആരാ നീ? ചക്രഭാഗം, കല്യാണി, രേവതി എന്നിങ്ങനെ ഒരു രാഗമാലിക തന്നെ തീർക്കാനുള്ള സംഗീതജ്ഞാനം നിനക്ക് എവിടുന്ന് വന്നു? പറ. ഇതറിയാതെ ഇവിടുന്ന് ഒരടി അനങ്ങില്ല ഞാൻ. ആരാ നീ? മോഹനെ, നീ പോയതുപോലെ തന്നെയല്ലേ തിരിച്ചു വന്നിരിക്കുന്നേ? എന്താ അമ്മേ, 2 കൈ 2 കാല് 2 കണ്ണ് 1 മൂക്ക്, അങ്ങനെയല്ലേ ഞാൻ വന്നിരിക്കുന്നത്? എന്താടി ഇത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോ നീ തമാശയായിട്ടാ മറുപടി പറയുന്നേ. ഞാനിങ്ങനെ തമാശ പറയുന്നെങ്കിൽ സീരിയസ് ആയി ഒന്നും നടന്നില്ല എന്നല്ലേ അർത്ഥം? ഓക്കെ. മോഹന, ആരാവെന്ന് പറയേ. ഒരു ചെറിയ ക്ലൂ എങ്കിലും എന്താ? അവനെ കഷ്ണം കഷ്ണമായിട്ട് അരിയാം, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം. ആരാന്ന് പറ. ചോദിച്ചത് കേട്ടില്ലേ? ആരെന്ന് പറ മോളെ. മോഹന, അച്ഛന്റെ കാര്യം നോക്കണ്ട. അവൻ ആരായിരുന്നാലും പറ. ആരാ? ആഹാഹാ, ചോദ്യം ചെയ്യലിന് കുറവൊന്നുമില്ല. കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, സ്വന്തം പെണ്ണിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. നീ പറ മോളെ, ആരാ? നിർത്ത്. ഇതെന്താ കോടതിയാ? എന്റെ മോളോട് എന്താ ഈ വേണ്ടാത്ത ചോദിക്കുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ വിഷയമാണ്. ആവശ്യമില്ലാതെ ഇടപെട്ട് മീഡിയക്കാർക്ക് കിട്ടുകഥ ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കരുത്. പോകല്ലേ, പോകാൻ. മോളെ, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, കിടന്നുറങ്ങും. പിന്നീട് എന്നോട് മാത്രം പറഞ്ഞാൽ മതി ആരാവൻ.
ഇപ്പൊ ചോദിച്ചാലും പിന്നെ ചോദിച്ചാലും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു മറുപടിയാ. അവൻ ആരാന്ന് എനിക്ക് അറിയേയില്ല. കണ്ണും കെട്ടി കാട്ടി വിട്ടതാ. അവന് തന്നെ സിമ്പതി തോന്നി ഇപ്പൊ വീട്ടിൽ വിട്ടു. ആരാ അവനെന്ന് ഇനി ആരും എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ ടയർഡാ. സോറി ഡാഡി. വിളിക്കോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഏയ്, വാസുവിനോട് വരാൻ പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. ആ വാസു, ഒരു മോഹന കുറെ നേരമായിട്ട് ഫോണിൽ വെയിറ്റ് ചെയ്യാ. ഞാൻ ചത്തുപോയിന്ന് പറ. ഏയ്, ആരാ ഫോണിലെന്ന് ശരിക്കും പറയാറുന്നില്ലേ? കിഴങ്ങൻ. ആ, പതിവില്ലാത്തതാണെങ്കിലും പരിചയമില്ലാത്ത ഒരു പെണ്ണിന്റെ ശബ്ദം ഫോണിൽ കൂടെ കേട്ടല്ലോ എന്ന് വിചാരിച്ചു. എടാ, മൊത്തം കാശ് അടിച്ചു മാറ്റുവാണോ? ചായക്കടയിൽ ബാക്കിയിൽ കൊടുക്കണ്ടേ? പറഞ്ഞ കേക്കണ അങ്ങോട്ട്. ചേച്ചി നമസ്കാരങ്ങൾ. ചേച്ചി എന്താണ് പെണ്ണ് വിളിച്ചത്? ഫ്രോഡോ? ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കമ്മീഷൻ. നമ്മുടെ റീൽ അടിച്ചു മാറ്റിയ പാർട്ടി. മേഡം നിന്നെ ചാച്ചിയുടെ പേരെന്തിന്? ആണുങ്ങളുടെ പേരാണല്ലോ. പോലീസ് ഫാമിലിയിൽ അങ്ങനെ ആയിരിക്കും. മോഹന. ആ പേരിൽ ഞങ്ങൾ പടം കാണിക്കില്ലല്ലേ? ഞാൻ അപ്പോഴേ നിരീക്ഷണ ഒരു സ്പൈ വർക്കിന് വന്നതിന് സൂക്ഷിച്ചോന്ന്. കോയിനുണ്ടോ? ആ ഇല്ല ഇല്ല ഉണ്ട്. പേടിക്കണ്ട, ഞാൻ വീട്ടിലെ അറിയാതെ വന്നേ. ഇവനെ കാണാൻ. ഇവനെന്തിനാ കാണുന്നേ? വാസുവിനെ കാണാൻ. നിങ്ങൾ പ്രേമത്തിന് ആദരവ് കൊടുക്കുന്ന ആളാണ് വിജയം നിശ്ചയം. വാസു അല്ലേ മേലെ ആഫീസ് റൂമില് ആട്ടോയില്? അല്ലടേ, എന്തോന്നടേ ഇത് ഒരുമാതിരി. തിയേറ്ററിനകത്ത്. കമോൺ ഫോളോ മീ. അയ്യോ, നിങ്ങൾക്ക് വാസുവിനല്ലേ കാണണ്ടേ? ഈ ഫൈറ്റ് മാസ്റ്റർ കൂട്ടിക്കൊണ്ടു പോകും. പണി എനിക്കിട്ടാ. പോടാ. വാ മാഡം. എവിടെയാ? അതാ കപാലി. എങ്ങനെയുണ്ട്? നോക്കു വാസു, നിന്നെ പറ്റി വീട്ടില് ഒരക്ഷരം പോലും പറയാതെ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വാ തുറന്ന വിസ്കിയുടെ നാറ്റം വരും. സംസാരിച്ചു തുടങ്ങിയ ചെവി പോകണം. വാക്കും പ്രവൃത്തിയും ശരിയല്ലാത്ത നീ എങ്ങനെ അത്ര നന്നായി പാടിയേ? ഇത് നിനക്ക് ആവശ്യമില്ലാത്തതാണ്. നിന്നെ എന്തിനാ തട്ടിക്കൊണ്ടുപോയെന്ന് ആലോചിക്കുന്നേ? എനിക്ക് നിന്നെ വിട്ട് എന്തിനു പോകുന്നു? പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പാട്ട് വന്നത് എന്നെ അട്രാക്ട് ചെയ്തെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ അല്ല വാസു, സംഗീതം കൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇപ്പോ സംഗീതം ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാ. ചോദിക്കാതെ തന്നെ എല്ലാം തരുന്ന ഫാമിലിയാ എന്റെ. ഇപ്പൊ നിന്നെ ആവശ്യപ്പെടാൻ തോന്നുക. നോക്ക്, ഇതൊരു തിരശ്ശീല മാത്രമാ. ഇതിൽ ഞാനൊരു പടം പോലും കണ്ടിട്ടില്ല. അതിനും ഇതിനും എല്ലാം ഒരു സെന്റിമെന്റ്സ്, വെറും ഭ്രാന്ത്. ശബ്ദം വയ്ക്കാതെ വാസു,
വെളിച്ചം അനുസരിച്ച നിഴലിന് നീളം കൂടുന്നതും കുറയുന്നതും. നീ എത്രത്തോളം വെളിച്ചത്തിലേക്ക് വരുവോ അത്രത്തോളം നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ നീളം കുറയും. മനസ്സ് തുറന്ന് 2 പേര് സംസാരിച്ചാലും 4 പേരോട് പറഞ്ഞാലും എല്ലാം ശരിയാക്കാം. ഞാനുണ്ട് നിന്റെ കൂടെ. നോക്ക്, എന്നെ ജനിപ്പിച്ചത് 2 പേരാ. 4 പേരെന്നെ ചുമക്കൊന്നും അറിയില്ല. എനിക്കാരും വേണ്ട. ഉറങ്ങുന്നവരെ ഉണർത്തരുത്. പോ, ഓടി. പോവാ. എന്നാ നീ ശരിക്കും ഉറങ്ങല്ല വാസു. ഉറക്കം നടിക്കുക. ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുന്ന എളുപ്പമല്ല, എനിക്കറിയാതെ. എന്നാലും ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കും. ചീട്ട് കളിക്കാൻ അറിയില്ലേ? ഇഷ്ടമല്ല. അച്ഛാ, അഭിനയിക്കാൻ അറിയില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇഷ്ടമല്ലെന്ന് പറ, വിട്ടേക്കാം. എല്ലാവരും അഭിനയിക്കാനല്ലേ ജനിച്ചത്. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വില്ലൻ വേഷമാ. ഹീറോ ആയിട്ട് അഭിനയിക്കുന്നോ? എന്നോട് നേരെ സംസാരിക്കാം. ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. തുളസി, ഞാൻ സുഷിരമറ്റ സൂചി. എന്നിൽ നൂല് കിടക്കില്ല. എന്നെ വെച്ച് തയ്ക്കാൻ ശ്രമിക്കില്ല. കറക്റ്റ്. സൂചി തയ്ക്കുന്നത് പോലെ പൊയ്ക്കൊണ്ടിരിക്കും, എന്ന നൂല് കൂടെ വരില്ല. അത് ആക്ട്. പ്രണയിക്കുന്നത് പോലുള്ള ആക്ട്. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. നിന്നെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. ഞാൻ നിന്നെ വിശ്വസിക്കാം. ആ ബിർള ബോസിന്റെ മോളെ വെച്ച് 2 നാൾ ആ കുടുംബത്തെ വിരട്ടണമെന്ന് വിചാരിച്ചു. എന്നാൽ ആ പെണ്ണ് ജീവിതം തന്നെ നശിപ്പിക്കാൻ നടക്കുക. കൂടെ ഇഞ്ചക്ഷൻ, കൂടെ പെയിൻ എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അങ്ങനല്ല. ഒരേ ഇഞ്ചക്ഷൻ, ജീവിതം മുഴുവൻ. ബിർള ബോസ് ജീവിതം മുഴുവൻ വേദന അനുഭവിക്കണം. 20 വർഷം ഞാൻ അനുഭവിച്ച പോലെ. അത് നിന്റെ കയ്യിലെ വാസു. എന്റെ കയ്യിൽ രേഖ മാത്രമേ ഉള്ളൂ. അതിലാ ബിർള ബോസിന്റെ ജാതകം ഇരിക്കുന്നത്. ഇയാൾ പോയി ജോലി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ജോലി ചെയ്യണമെങ്കിൽ ഞാൻ ജോലി തരില്ലേ വാസു? എന്ത് ജോലി? ആ പെണ്ണിനെ നീ പ്രേമിക്കണം, അഭിനയിക്കണം. ആ പെണ്ണിന്റെ കണ്ണിൽ മിന്നൽ പോലെ ജ്വലിക്കുന്ന പ്രേമം ഞാൻ കണ്ടു. ഒരിണങ്ങിയ നായ്ക്കുട്ടിയെ പോലെ നിന്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. എന്നെ ക്രിമിനൽ എന്ന് പറഞ്ഞ് ജയിലിലടച്ച ആ ബിർള ബോസിന്റെ മോളെ ഒരു ക്രിമിനൽ പ്രേമിക്കുന്ന എനിക്ക് കാണണം. പക വീട്ടുന്ന സിനിമ, മൈ ഓൺ സ്റ്റോറി. എങ്ങനെയുണ്ട്? അന്ന് ഞാൻ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത് തുളസി ചെയ്ത ഉപകാരത്തിന് പകരമാണ്. അതോടെ കണക്ക് തീർന്നു. ഇതുവരെ വാസു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ തുളസിക്ക് ചെയ്യണം തോന്നുന്നു. വെറുതെ അല്ല. കൂലി എത്ര? വർഷം ജയിലിൽ അധ്വാനിച്ച കാശ് ജയിലിലെ മണം ഓടിക്കാതെ നോക്കാം. എടുത്തോ. എന്താ? എന്തിന്?
വാസു അത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതുവരെ ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അറിയാത്ത ജോലിയാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ജോ, ഇതുവരെ ആരും എന്നോട് നോ പറഞ്ഞിട്ടില്ല, അറിയോ? എന്റെ ഈ സ്നേഹം അനുതാപമായി തോന്നുന്നുണ്ടോ? ഇല്ല ജോ. വാസുവിന്റെ തനിമ, എല്ലാത്തിനോടുള്ള അവന്റെ വെറുപ്പ്, ആ അഹങ്കാരം, റഫ്നെസ്, യുനോ, വാസു ചുരുക്കത്തിലൊരു മുൾച്ചെടിയാ. റോസാപ്പൂ ചെടിയിലും നിറയെ മുള്ളുണ്ടാവും, അല്ലേ ജോ? ഇപ്പൊ ഉറക്കമുണർന്നോ? ഞാൻ എപ്പോ ഉറങ്ങിന്നാ? മോഹന, നീ എഴുന്നേൽപ്പിച്ചത് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ജോ, ഞാൻ പറഞ്ഞില്ല വാസു. വാസു വളരെ നന്നായിട്ടുണ്ട് മാഡം.
ചോക്ലേറ്റ് നായകനെ റോഡിൻ റോമിയോയെ പ്രേമിക്കാൻ പെൺകൾ വരില്ല. തൊട്ടാൽ വാടികളോടിഷ്ടം കൂടില്ല, മോഹിക്കാൻ ഞങ്ങൾ വരില്ല. വിരിഞ്ഞ നിന്റെ ചുണ്ടിൽ ഒരു മുത്തമിടാൻ തുളുമ്പി നിന്ന ദാഹം അതെന്തു വ്യക്തിയോ. നിന്നെ പോയൊരാളിങ്ങനെ നീ പോയാൽ ഞാനുമില്ലേ. നീരസിക്കും വീണയായി മാറി ഇന്നു ഞാൻ, ആറ്റുനോറ്റു കാത്തിരുന്നു ഉള്ളത്തിൽ നിന്നാമ മന്ത്രങ്ങൾ പാടി ഇന്നുന്മത്തയാകുന്നു ഞാൻ. പൂവോടു മിണ്ടാത്ത കാറ്റേതുമുണ്ടോ കുളിർ പൂഞ്ചോല ചോദിക്കയായി. നീയാം തീയായി ഞാൻ കുളിർക്കായും തീയായി നീ മാറുക. നീയാം ചോലയിൽ ഞാൻ മീനായി മാറും ചോലയായി നീ മാറുക. നീ വീരനായ കള്ളൻ എല്ലാരും ചൊല്ലിടും, വീരുറവ പാറയായി നിന്നെ കാണുന്നു ഞാൻ. സിരകളിൽ നീ ശോണധാരയായി, ജീവനിൽ നീ ശ്വാസവീചിയായി. നീ വസിക്കും കൂരയൻ വസന്തമാളിക, ജന്മജന്മബന്ധ പുണ്യമുള്ളത്തിൽ നിന്നാമ മന്ത്രങ്ങൾ പാടി ഇന്നുന്മത്തയാകുന്നു ഞാൻ. പൂവോടു മിണ്ടാത്ത കാറ്റേതുമുണ്ടോ കുളിർ പൂഞ്ചോല ചോദിക്കയായി. മണ്ണിൽ നീ പൂന്തേൻ തുമ്പിയായി എന്റെ ജീവന്റെ പൂവാടിയിൽ. ഞാൻ പിറക്കും മുമ്പേ പൊന്നെ നീ പിറന്നുവോ. ഞാൻ കൊതിച്ചതൊക്കെ ഇനി വാങ്ങിടും ഞാൻ നിന്നിൽ നിന്ന് നാളെ. ഹലോ. ഏയ് കണ്ണ് തുറന്നു വെച്ച് സ്വപ്നം കാണരുത്, ഫലിക്കില്ല. Shut up. യു ഷട്ട് അപ്പ്. You shut up. വാസു, നിനക്കിതൊന്നും തിരിഞ്ഞു നോക്കാൻ നേരമില്ലല്ലോ. എന്ന് നീ പോയി 5 നിമിഷത്തിനകം നടക്കുന്ന കെടുതികളാ ഇതൊക്കെ. തെറ്റാ വാസു, നീ മാറണം. എത്ര നാളേക്കാ നീ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നേ?
എന്ത് പറ്റി? നോക്കട്ടെ. വേദനിക്കുന്നുണ്ടോ? എനിക്ക് വേദനിക്കുന്നു. ഹലോ, തുളസിയാണ് കമ്മീഷണർ സാർ. ഒരു അപ്പോയിന്റ്മെന്റ് വേണം. അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. പബ്ലിക്കിന് ഏത് സമയത്തും എൻ്റെ ഓഫീസിൽ വരാം. എനിക്ക് മീറ്റ് ചെയ്യേണ്ടത് പബ്ലിക് വിഷയമായിട്ടല്ല, നിങ്ങളുടെ മകൾ മോഹനയുടെ കാര്യമാണ്. അതെങ്ങനെയൊക്കെ ആവുമെന്ന് നിങ്ങൾക്കറിയില്ല. ആരെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ കത്തി കൊണ്ട് കുത്തിയവൻ. ഈ വിധത്തിലൊരു ഐറണി കണ്ടോ? നിങ്ങളുടെ പോലൊരു കമ്മീഷണറുടെ മകൾ എന്നെ പോലൊരു ക്രിമിനലിനെ. തുളസി, കൂടുതൽ വേദം ഓതാം. എൻ്റെ മോളെ പറ്റി എനിക്കറിയാം. മോഹന, തലയിൽ ചീപ്പ്. എന്താ വാസു, എന്നെ കാണാൻ വരുമ്പോഴും ഇവരൊക്കെ വേണോ? എവിടെ വെച്ചും ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്നൊരു തൊഴിലാണ് ഞങ്ങളുടേത്. എൻ്റെ രക്ഷയ്ക്കോ അല്ലയോ, അവരുടെ രക്ഷകനാണ് ഞാൻ. അപ്പോഴേ എനിക്ക് പൂരിയുടെ കൂടെ ഒരു വടയും കൂടി വേണം. ഇല്ല, നിനക്ക് അതിനുള്ള ഭാഗ്യമേ ഉള്ളൂ. അല്ല മോഹന, നിന്നെ പറ്റി ഓർക്കേണ്ടവരൊക്കെ എവിടെയുണ്ട്? പിന്നെ ആരാ നിന്നെ പറ്റി ഓർക്കാൻ? എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നേ? കമോൺ, സേ സംതിങ്. ചേട്ടാ, സിറ്റിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതലാണെന്ന് പറഞ്ഞ് CM മീറ്റിംഗിൽ എല്ലാവരും എടുത്തിട്ട് കുടഞ്ഞല്ലോ. അതെ അതെ, എല്ലാം ഇപ്പോൾ ഓവർഡോസാ. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ബഹളം. റൗഡി പയ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ദേ, എന്റെ ഭർത്താവും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാന്നാ പറയുന്നേ. കറക്റ്റാ പറഞ്ഞേ. ഈ റൗഡികളെയൊക്കെ ബോംബെയിൽ എൻകൗണ്ടറിൽ തട്ടിക്കളയാ. ഇവിടെ അത് തന്നെയാ വേണ്ടത്. പോക്കിരികള് ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിൽ കയറിയാണല്ലോ. ആര്? എന്നെ പറ്റിയാ? നീ കഴിക്ക്. ഇപ്പോഴത്തെ സിനിമകളിൽ കാണിക്കുന്നില്ലേ റൗഡി പിള്ളേരെ ഹീറോ ആയിട്ട്? റൗഡി ഹീറോസിനെ പ്രണയിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓ, മനസ്സിലായോ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. ഹാവോ, അപ്പൊ ആ ജോലി എനിക്ക് മിച്ചം. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായും തോന്നുന്നുണ്ടോ? അതെനി നിങ്ങക്ക് മനസ്സിലായില്ലേ? ഡാഡി ഡാഡി, മനസ്സിലാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. അതിന്റെ പാകത വരുമ്പോ നിങ്ങളായിട്ട് മനസ്സിലായിക്കോളും. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ലത്.
മോഹന കോളേജിൽ പോയോ? അവൾ തിയേറ്ററിൽ പോയിരിക്കുക, വാസുവിനെ കാണാൻ. ഒന്നും നമ്മുടെ കയ്യിലല്ല ബോസ്. വെയിറ്റ്. എൻ്റെ BP മരുന്ന് ഗുളികയുണ്ട്, കഴിക്കുന്ന. പെൺകുട്ടികളുള്ളവർക്ക് പ്രത്യേകം തയ്യാറാക്കിയതാ. ഞാൻ എഴുതിയ നാടകത്തിൽ വാസു ഒരു ഹീറോയാ ബോസ്. അഭിനയത്തിൽ അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. ലവിൽ നിങ്ങളുടെ മോളും അങ്ങനെയാ, കാരണം അത്രയ്ക്ക് ഡീപ്പായി പോയി. അത് നിങ്ങൾക്കറിയില്ല. എന്നാൽ ഞാനിപ്പോ വാസുവിനോട് നിർത്തുന്ന ഒരു വാക്ക് പറഞ്ഞ് നിർത്തണം. എന്നാൽ നിനക്ക് നിന്റെ മകളോടത് പറയാൻ പറ്റില്ല. ഇഷ്ടം അത്രയ്ക്കായി പോയി. അച്ഛനെ പോലെ ആ പെണ്ണിനും പിടിവാശി, സ്വാർത്ഥത എല്ലാം കൂടുതലാ. എല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ ആ പെണ്ണിന് പ്രേമനൈരാശ്യം വന്നാൽ ആ വേദന ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക്. കഷ്ടം ബോസ്. നിന്റെ മോളെന്ന് പറയുന്നുണ്ടോ? ഒരുപക്ഷെ അവൾ എൻ്റെ മോൾ അല്ലെങ്കിലോ? നിന്റെ മോളായാൽ മിസ്റ്റർ തുളസി, മോഹന നിന്റെ മകളാ. വീണ്ടും എന്നെ കബളിപ്പിക്കാണ് ബോസ്. 20 വർഷം വേണമെങ്കിൽ മറക്കാം. ആ പെണ്ണ് മോഹന നിന്റെ മകള്. അപ്പൊ ഗംഗ എവിടെടാ ബോസ്? എങ്ങനെയുണ്ട്? BP മാറ്റും. ഇത് പെൺമക്കൾ ഉള്ളവർക്കായി പ്രത്യേകം തയ്യാറാക്കിയതാ. ഒന്നിനു പകരം 2 കഴിച്ചു. ഹലോ, ഞാൻ ബോസാ സംസാരിക്കുന്നത്. ഗംഗയാണോ ഫോണില്? ഏട്ടാ, എങ്ങനെയുണ്ട് ഗംഗ? മോഹന എങ്ങനെയുണ്ട്? തുളസി വന്നിട്ടുണ്ട്. എല്ലാം അറിയിച്ചോ? സോറി ഗംഗ, ഞാൻ പോലീസുകാരനായതുകൊണ്ട് പ്രൂഫ് കാണിക്കണമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഹലോ ഗംഗ, പേഷ്യൻസിനോട് പെരുമാറി പേഷ്യൻസ് വന്നു. ഇപ്പൊ പറയേണ്ടതാ പറയാൻ പോകുന്നത്. പാവം കമ്മീഷണർ, ബ്രഹ്മരഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത പിഞ്ചു മനസ്സ്. ഏത് സാഹചര്യത്തിലും എന്റെ കുട്ടി ഒരു ക്രിമിനലിന്റെ മകളായി വളരാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. കമ്മീഷണറുടെ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി. പിറന്ന പടി തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവളുടെ പേരിൽ എനിക്കേ അവകാശമില്ലാത്തപ്പോ നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിക്കരുത്. മനസ്സിലായോ? ഗംഗ എവിടെയാ ബോസ്? എനിക്ക് കാണണം അവള്. ഉടനെ എനിക്ക് കാണണം. നീ പറയില്ല. നീ നന്നായി സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിക്കണം എന്റെ മോൾക്ക് വേണ്ടി. അതാ പാർട്ടി. അവരെ ക്യാഷല്ലേ? നമസ്കാരം വാസു. പറഞ്ഞ മുഴുവനുമില്ലേ?
ദാ. ആ മോഹന നിന്നെ കാണാൻ വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ പോയി. ഓക്കെ ശരി, അത് സേഫിൽ കൊണ്ട് വെച്ചേക്ക്. നോക്കി പോടാ പട്ടി. എണീറ്റ് പോടാ. എന്താ തുളസി? എവിടെ പോകുന്നു? മോഹനെ കാണാൻ. അവളെ മറന്നേരെ വാസു. എന്താ പെട്ടെന്ന് ഇങ്ങനെ? അത് ശരി, എനിക്കെന്താ അല്ലേ, ഒരു തൊള്ള കഴിഞ്ഞു. അല്ല തുളസി, നിങ്ങൾ തന്ന കാശിന് അഭിനയിച്ചത് മതിയോ? മതി, പറഞ്ഞത് ചെയ്യുവാസു. കുട്ടിയോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. നിങ്ങൾ വാസുവിന്റെ തിയേറ്ററിലുള്ളല്ലേ? വാസു വന്നിട്ടുണ്ടോ കൂടെ? വാസു വാസു നീ അന്വേഷിക്കാൻ മാത്രം ചെറിയ ആളല്ല, പോലീസ് അന്വേഷിക്കുന്ന വലിയ. സോ വാട്ട്? കുറേശ്ശെ എനിക്ക് വാസുവിനെ മാറ്റാൻ പറ്റും. നീ ഒരു ചെറിയ കുട്ടിയാ. നിനക്ക് നല്ല അച്ഛൻ, അമ്മ, കുടുംബം, എല്ലാത്തിനുപരി നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറുടെ മകളാ. സോ ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. എന്നെ മനസ്സിലാക്കാൻ എന്റെ ഡാഡി ശരിയായ ഒരാളെ തന്നെ അയച്ചിരിക്കുന്നത്. ലുക്ക്, ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ വാസുവിന്റെ കൂടെയുള്ള ആളായതുകൊണ്ടാ. കുട്ടി ഞാൻ പറയും. പ്ലീസ്, ഇതുവരെ നിങ്ങൾ സംസാരിച്ചു, ഇനി ഞാൻ പറയുന്ന കേൾക്കൂ. എന്ത് അർഹതയോടെ ഒരു പെൺകുട്ടിയോട് അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ വന്നത്? ഹു ആർ യു? നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? നിങ്ങൾ ആരാന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ പോവാ. ഞാൻ ആരാണെന്നുള്ളത് പ്രശ്നമല്ല, സത്യം എന്താണെന്നുള്ളതാണ് മുഖ്യം. വാസു നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അഭിനയിക്കുക. നിന്റെ അച്ഛനും എനിക്കും ഇടയിലുള്ള പഴയ പകയില് ഞാൻ ആ വാസുവിന് കാശ് കൊടുത്ത് നിന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞത്. പഴയ പകയല്ല, ഇപ്പം മാറിയിരിക്കുക. നീ എന്റെ സുഹൃത്തിന്റെ മകളാ. നീ ചതിക്കപ്പെടരുത്, അവനെ വിശ്വസിക്കരുത്, പ്ലീസ്. മോളെ ഒന്ന് നിൽക്കണേ, ഇങ്ങോട്ട് വന്നേ. ഒരു നിമിഷം ജോ. മോളെ, നിന്നെ കാണുമ്പോഴൊക്കെ പറയണമെന്ന് വിചാരിക്കും ഞാൻ. സ്നേഹമാണോ വിശ്വാസമാണോ ഏതോ ഒന്ന് എന്നെ തടുത്തു നിർത്തുന്നു. ഈ ശുദ്ധമായ മനസ്സിനെ ആരായാലും ഇനി ചതിക്കുന്നത് താങ്ങാനുള്ള ശക്തി ഇനി എനിക്കില്ല മോളെ. നീ ഈ തിയേറ്ററിൽ വരുന്നത് അവസാനത്തെ വരവാണെങ്കിൽ എനിക്കത് സന്തോഷമായിരിക്കും മോളെ. സിനിമാ തിയേറ്ററിൽ താമസിക്കുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് അഭിനയിച്ചു. മെടുക്കൻ. ഉറക്കം തെളിഞ്ഞെന്ന് വിചാരിച്ചു. ഇല്ല വാസു, നിന്റെ തനിനിറ വെളിച്ചത്ത് വന്നത്. നിനക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. That is love. നിന്റെ വേദന നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്റെ മനസ്സിനെ കീറി മുറിച്ചില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ ആയിരങ്ങൾ ആവശ്യപ്പെട്ട ഒന്നുപോലും കിട്ടിയില്ലെന്ന് പാടിയില്ലേ? ഞാൻ ഒന്നല്ല ചോദിച്ചുള്ളൂ. അതുപോലും തരാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ ചോദിച്ചതെല്ലാം കിട്ടും? ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഈ സ്ക്രീനിൽ വരാം. കൈയടിക്കാനും ആളുണ്ട്.
എന്നാ നിന്നെ സംബന്ധിച്ചിടത്തോളം സെന്റിമെന്റ്സ് എല്ലാം വെറുതെയാ. നന്നായി, ഞാൻ എന്റെ ഡാഡിയെ, മമ്മിയെ, ചിറ്റപ്പനെയും ചേട്ടനെയും ആരെയും നഷ്ടപ്പെടുത്തിയില്ല. എന്നാ നീ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയൂ. സ്പെഷ്യലി ഇല്ല. ബാജു, എന്താ മോഹന, കാലത്ത് തൊട്ടേ കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, എന്താന്ന് പറ. എനിക്കൊന്നും മനസ്സിലാവില്ല ഡാഡി, മനസ്സിലാവുന്നില്ല. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്നേ? എന്തിനാ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞേ? എന്തിനാ അഭിനയിക്കാൻ പറഞ്ഞേ? ഞാൻ കാശിന് അഭിനയിച്ചതാന്ന് എന്തിനാ അവളോട് പറഞ്ഞേ? ആ കാശ് മുഴുവൻ ഞാൻ തിരിച്ചു തരാം. എടുത്തോ, എടുത്തോ. ഇനി എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റില്ല. എന്റെ എല്ലാ ഫീലിങ്സും ഉള്ളിൽ ഒതുക്കി ഒറ്റയ്ക്ക് ഒളിച്ച് ജീവിക്കായിരുന്നു ഞാൻ. അവളെ എന്നെ കണ്ടുപിടിച്ച്. അറിയൂ, എനിക്ക് അവളെ വേണം. അവളെ വേണമെന്നോ? നിനക്കോ? നീ ഒരു ക്രിമിനൽ എന്നെ പോലെ. അതെ, അങ്ങനെ തന്നെയാ. അതവൾക്ക് അറിയാലോ. ഇനി ഞാൻ അഭിനയിക്കല്ലെന്ന് അവൾ അറിയണം. വെളുക്കും വരെ മാത്രമാണ് നാടകം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, എനിക്ക് അവള് വേണം. തരാൻ പറ്റില്ല. എന്താണോ അവളെ അച്ഛനെ പോലെ സംസാരിക്കുന്നത്? അച്ഛൻ തന്നെ. അങ്ങനെ വെച്ച് എന്ത് ചെയ്യും? നോക്ക് തുളസി, ഞാൻ വീട്ടിൽ നട്ട് നനച്ച് വളർത്തിയ മരമല്ല, താനെ വളർന്നു വന്ന കാട്ടുമരം. വെട്ടാൻ കോടാലി പോലും കേറില്ല. ഞാൻ എനിക്ക് വേണ്ടി വന്ന എന്തും ചെയ്യും, എങ്ങനെ ചെയ്യും. ഓർത്തോ? യോഗ്യത, യോഗ്യത, യോഗ്യത വേണം. ഇതുവരെ ലോകം എനിക്ക് എന്തൊക്കെ തന്നുവോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നതാ. ഇപ്പൊ അവളാണ് എന്റെ ലോകം. ഞാൻ വിട്ടുതരില്ല. മോഹന, അയാളുടെ വാക്ക് കേട്ട് ഞാൻ സ്നേഹം അഭിനയിച്ചതാണ്. എന്നാലിപ്പോ ഇഷ്ടമാണെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഞാൻ ഞാൻ നോക്ക്, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ. ഞാൻ എന്റെ മനസ്സിനൊരു അഭയം വേണം, സാന്ത്വനിപ്പിക്കാൻ ഒരാൾ വേണം. നിന്റെ രൂപത്തിലൊരു അമ്മയെ വേണം എനിക്ക്. മോഹന, എന്നെ വിട്ടു പോകരുത് മോഹന. നീ ചോദിക്കുന്നതൊന്നും ഒരിക്കലും നിനക്ക് കിട്ടില്ല വാസു. ആസേ, ജീവിതം ജീവിച്ചു തീർക്കണം. അതിനെനിക്ക് ജോലി വേണം. നിങ്ങൾ എനിക്കൊരു ജോലി താ. ഈ സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ജോലി താ ആസേ,
നമസ്തേ തുളസിജി, നമസ്തേ. അവസാനം വാസു നമ്മുടെ അടുത്ത് ജോലിയും ചോദിച്ചു വന്നു. സന്തോഷത്തോടെ ചേർത്തു. സന്തോഷമായ? സന്തോഷം. സിംഹംപുലി, സിംഹംപുലി നിക്ക്. ഞാൻ സിംഹംപുലിയൊന്നും അല്ലട്ടാ, ഞാൻ വേറെ ആളാണ്. ആട് ആഹാ, ചിക്കൻ ഫ്രൈഡ് റൈസ്, കാട, കരിമീൻ പൊള്ളിച്ചതും ഒക്കെ ഉണ്ടല്ലോ. എന്തോട് നോക്കണേ, ഒറിജിനൽ സിംഗപ്പുലി കഴിക്കുന്ന ഏറ്റവും ഈ സിംഗപ്പുലി കഴിക്കുന്ന ഏറ്റവും ഒന്ന് തന്നെയാ. ഒരു ബിരിയാണി ഇവിടെ അല്ലേ വേണ്ട, ഇത് കഴിച്ചിട്ട് പിന്നെ കഴിക്കാം. വേറെ ആര് കഴിക്കാനാ? നീ പുറകിന് ഓടിയപ്പോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനെന്നാ കരുതി. വെച്ച് കണ്ട സിംഹംപുലി റോട്ടി വെച്ച് കണ്ടപ്പോ സന്തോഷം തോന്നി. ഞാൻ എന്തിനാ നിന്നെ പിടിച്ചു കൊടുക്കുന്നേ? അത് തന്നെ ഞാനും വിചാരിച്ചു. അല്ല, അന്ന് ഞാൻ തിരികെ വന്ന് നോക്കുമ്പോ നീയും വണ്ടിയൊക്കെ വാഷൗട്ടായി പോയില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടോ. അല്ല, വാസു അന്ന് നിന്നെ മര്യാദക്ക് കൊണ്ട് വീട്ടിൽ വിട്ടോ? പ്ലീസ്, വാസുവിനെ പറ്റി ഒന്നും എനിക്ക് കേക്കണ്ട. അത് വിട്ടേരെ, അവനെ ആർക്കാ ഇഷ്ടപ്പെടണേ? നിനക്ക് ഇഷ്ടപ്പെടില്ല, പെറ്റ തന്തയ്ക്കും തള്ളയ്ക്കും പോലും ഇഷ്ടപ്പെടില്ല. ആതിരിക്കട്ടെ കുട്ടിയെ, നിനക്ക് എത്ര അമ്മയുണ്ട്, എത്ര അച്ഛനുണ്ട്? എന്താ, ഒരച്ഛനും ഒരമ്മ? എന്നാ അവനെ രണ്ടച്ഛനുണ്ട്, രണ്ടമ്മയുണ്ട്. രണ്ടമ്മയും രണ്ടച്ഛനോ? എന്താ കടങ്കഥ പറയുന്നേ? ഞാനാ കടങ്കഥ പറയുന്നത്? ദൈവം ഇങ്ങോട്ട് ചോദിക്കുന്നു, നമ്മൾ ഇതുപോലെ ഉത്തരം പറയണോ? ആക്ച്വലി വാസു ആരാ? ഇതേ ചോദ്യം ഞാൻ അവനോടൊരിക്കൽ ചോദിച്ചു. എന്നെ അടിച്ചിട്ട് പോയി കുടിച്ചിട്ട് വന്നു. എന്നാ ഒരു ദിവസം കുടിച്ചിട്ടൊന്നും ചോദിച്ചു, അപ്പോഴും അടിച്ചു. അടിച്ചിട്ടും കുടിക്കുന്നു, കുടിച്ചിട്ടും അടിക്കണു. അതുകൊണ്ട് ഞാനൊരു ദിവസം കുടിച്ചമാരെ അവനോട് ചോദിച്ചു, അടിച്ചില്ല, പൊട്ടിക്കരഞ്ഞു പോയി. ആ കരച്ചിലിടയിൽ കാര്യം ചോദിച്ചപ്പോൾ അവന്റെ കഥയ്ക്ക് അറിയണേ. അവന്റെ അമ്മ അത് എന്താ പറയണ, സിന്ധു ഭൈരവി സിനിമയിൽ പാടില്ലേ, അതുപോലെ അച്ഛൻ വലിയ ബിസിനസ്സുകാരൻ, അമ്മയും അച്ഛനും കൂടെ എപ്പോഴും വഴക്കന്നെയാ. അവസാനം അവർ നമ്മൾ ഡൈവേഴ്സായി. അമ്മ ഒരു കല്യാണം കഴിച്ചു, അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. ഇപ്പോ രണ്ടച്ഛനുണ്ട്, രണ്ടമ്മയുണ്ട്. പയ്യന് അമ്മയുടെ വീട്ടിൽ 15 ദിവസം, അച്ഛന്റെ വീട്ടിൽ 15 ദിവസം. അമ്മയ്ക്ക് ചെറുക്കനെ കാണുമ്പോ അച്ഛന്റെ ഓർമ്മ വരും. അവനെ അടിയോട് അടിയന്നെ. അച്ഛന് ചെറുക്കനെ കാണുമ്പോ അമ്മയുടെ ഓർമ്മ വരും. അപ്പൊ സിഗരറ്റ് എടുത്തിട്ട് അങ്ങനെ പൊള്ളിക്കില്ലെന്നെ. അവൻ ക്ഷമിച്ചങ്ങോട്ട് ജീവിച്ചു. പാവം കൊച്ചുകുട്ടിയില്ലേ, അവന് കുരുക്കിടാൻ പോലും അറിയില്ല. പൊട്ടി താഴെ വീണു. അതിനുശേഷം അവൻ വീട് വിട്ട് ഇറങ്ങിയത്. എല്ലാ കുട്ടികളും വീട് വിട്ട് ഓർണത് ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ ഇവന് അങ്ങനെ ആവേണ്ടവനല്ല. ഇനി അവൻ എന്തുട്ടാ ചെയ്യണേ? കുട്ടി എന്താ കഴിച്ചെന്നു? ഡാഡി, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എനിക്കൊരു കാര്യം പറയണം. എന്നെപ്പറ്റി പലതും ഡാഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ വളരെ പക്വമായി ശാന്തമായി ഹാൻഡിൽ ചെയ്ത ഡാഡിയുടെ പോസിറ്റീവ് അപ്രോച്ച്, ഐ റിയലി അഡ്മയർ യു. ഫിനിഷ് ആയെന്ന് നിങ്ങളൊക്കെ എന്തിന്? ഞാനേ ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയത്തിന് ഇപ്പൊ ഞാൻ കോമ ഇട്ടിരിക്കുക. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് അംഗീകരിക്കാനുള്ള മനസ്സ് എന്റെ ഡാഡിക്കുണ്ടോ? അത് നിന്റെ അമ്മയോട് ചോദിക്കണം. ഗംഗ, നിന്റെ മകളെ പറ്റി മോശമായതൊന്നും നീ അറിയരുതെന്ന് ആഗ്രഹിച്ച് ഞാനൊരു കമ്മീഷണറാണെന്നും മറന്ന് പലതും മറച്ചു വെച്ചു. ഇത് നോക്ക് ഗംഗ, ഞങ്ങൾ വളർത്തിയതിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലല്ലോ? മരുന്ന് ചെടിയായി മാറേണ്ടിരുന്ന തുളസി വിഷച്ചെടിയായി മാറിയതാണ് തെറ്റ്. ഇപ്പൊ വിഷം തന്നെ മരുന്ന് തേടുക. അതിന് ഞാനെന്താ ചെയ്യാം?
മനസ്സിനെ നിയന്ത്രിച്ച് ഒരു തീരുമാനത്തിലെത്തി. അവള് സത്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ അതങ്ങ് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നേ. ഭർത്താവ് ഒരു ക്രിമിനൽ ആയതുകൊണ്ട് അയാളെ വിട്ടുപിരിഞ്ഞ് പ്രസവിച്ച മകളെയും പിരിഞ്ഞ് ഗംഗ നിന്റെ ത്യാഗത്തെ മനസ്സിലാക്കിയാൽ അവളുടെ മനസ്സ് മാറി ആ റൗഡിയെ മറന്നോളും. അതേ ഗംഗ, ഞങ്ങളിപ്പോൾ വിട്ടുതരാൻ തയ്യാറാ. അവളുടെ നന്മയ്ക്കിപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ. ഈ സെന്റിമെന്റ്സ്, മകളെ ദൂരെ നിന്ന് നോക്കി കണ്ണീര് പൊഴിക്കുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഗംഗ. ഐ ഹാവ് മൈ ഓൺ കണ്ടീഷൻസ്. ഒന്ന് പറയാൻ ഞാൻ, നിങ്ങളാണ് അവളുടെ അച്ഛനും അമ്മയും എന്നുള്ള വിശ്വാസം തകർക്കരുത്. അതവൾക്ക് താങ്ങില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്തേക്ക് പോവാൻ. വേറെ ഭാഷ, വേറെ ഹോസ്പിറ്റൽ, എന്തായാലും അസുഖം എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ. വാസു സാർ, വാസു സാർ, വാസു സാർ ഇവിടെ ഇരിക്കുക. മോഹനയുടെ മനസ്സ് മാറി. അവസാനം പ്രേമം ജയിച്ചു. മോഹന വാസുവിന് തന്നെ, മോഹന വാസുവിന് തന്നെ. എന്ത് ധൈര്യമാ, എന്ത് തന്റെടമാ. അവളുടെ അച്ഛനോട് ബോൾഡായിട്ട്, എന്ത് ഓപ്പൺ ആയിട്ടാ എല്ലാം പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ പോയി വിളിക്കേ, ഉടനെ പോയി ഫോൺ ചെയ്യേ. സാർ, ഇത് വാസു അല്ലല്ലോ സാർ. ഹലോ, ആശാ ഹിയർ. തുളസിയാണ്. പറയൂ തുളസി. ഹലോ. ജി, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ എഴുതിക്കോളാം. പുറത്തു പോ. ഓക്കെ, ശരി ശരി. വാസു എന്നൊരാളുള്ളതിന് അടയാളമായി ബർത്ത് സർട്ടിഫിക്കറ്റ് കൂട്ടി കാണരുത്. ആലോചിച്ചിട്ടാണോ പറയുന്നത്? അതെ. ഗാന്ധിഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മറ്റൊരു മർഡർ. ഈ നേരത്ത് പാർട്ടിയുടെ മേൽ കൈവച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഡീൽ കഴിഞ്ഞത് ഫിനിഷ് ചെയ്തേരെ. രഞ്ജിത്ത് ബോസ്, എന്താ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. എന്ത്? അടയാർ ഗാന്ധിനഗറിലെ സെക്കൻഡ് മെയിൻ റോഡ് അറിയാലോ? ആസിരാജും വാസു ഇന്നൊരു ഡീലിങ്ങിന് വേണ്ടി അവിടെ വരുന്നുണ്ട്. ബ്ലഡി ക്രിമിനൽസ്. പോലീസിന് വേണ്ടതെന്താ? ഷൂട്ട് ചെയ്യാൻ ഒരാള്. വരുന്ന കാലേ. ഇങ്ങോട്ട് പോടാ. വാസു, 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 വാസു. എന്തിനാ ജോ വാസു കൊടുത്ത് പോയി? നീ ഇങ്ങോട്ട് മാറിയില്ലേ? വാസു ഇവിടെ വിട്ടു പോയെന്നോ? കുറെ നാളായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആശരാജനെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഗ്രൂപ്പിൽ വാസു ഇതുവരെ നമ്മുടെ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തത് പോട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഗംഗ പറഞ്ഞതിന് ശേഷം പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? സ്നേഹിച്ച് നമ്മുടെ പെണ്ണിന് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം റൗഡി മിസ്യൂസ് ചെയ്താൽ അനുവദിക്കാൻ പാടില്ല. എൻകൗണ്ടർ അത് ഒന്നേ ഉള്ളു വഴി. റൗഡികളെ തേടി പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലീസിന് പുതിയതൊന്നുമല്ലല്ലോ. ഇപ്പൊ ടൈമില്ല. കളക്ടറുടെ പെർമിഷൻ പിന്നെ മേടിക്കാം. ആദ്യം ഷൂട്ടിംഗ് ഓർഡർ ഒപ്പിട്. വാസുവിന്റെ തലയെടുത്ത് ഞാൻ നോക്കിക്കോളാം. മോഹന ചോദിക്കുകയാണെങ്കിൽ പോലീസ് ഓപ്പറേഷനിൽ വാസു കുടുങ്ങി, അത്രേ ഉള്ളൂ. മോഹന മേഡം, എന്താ ജോ ഫോണേ ചെയ്തില്ല? വാസനെ കണ്ടോ? നമുക്ക് അബദ്ധം പറ്റി മോഹന മേഡം. ഈ കുരുടന്റെ വാക്ക് നിങ്ങൾക്ക് വിനയായി. എന്താ എന്ത് പറ്റി? എന്തിനാവണം? നിങ്ങൾ സൗകര്യം പോലെ തിയേറ്ററിൽ വരും, പ്രേമിക്കും, പിന്നെ മനസ്സ് മാറും, എന്നിട്ട് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും. തെറ്റി തന്നെ വാസു ചെയ്തത്, തെറ്റി തന്നെ. എന്നാലും തെറ്റ് തിരുത്തിക്കൂടി? അതിന് ഒറ്റയടിക്ക് അങ്ങ് വെറുക്കണോ? അവൻ നിരാശനായി ആശാരാജ് എന്ന റൗഡിയുടെ അടുത്ത് ജോയിന്റ് ആയി. ജോയിന്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലായോ അവനിപ്പോ അപകടത്തിലാ. വീട്ടിലെ എല്ലാ കാക്കിക്കാരും കൂടെ ചേർന്ന് അവനെ ചുട്ടു തള്ളാൻ ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്. തെറ്റോ ശരിയോ, അടിക്കുന്നവനോ അല്ലയോ, വാസുവിനെ ഞങ്ങൾക്ക് വേണം. സംസാരിക്കാൻ നേരമില്ല. ഈ പെണ്ണിന്റെ മാമന ചിറ്റപ്പനെ ആരെങ്കിലും പറഞ്ഞു വാസുവിനെ രക്ഷിക്കാൻ പറ. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ വേണം വാസുവിനെ രക്ഷിക്കാൻ. കാല് പിടിച്ച് അപേക്ഷിക്കുക. എന്തിനാ കാല് പിടിക്കുന്നത്? മനസ്സിന്റെ ഉള്ളിന്ന് പറഞ്ഞോടാ. യഥാർത്ഥ പ്രേമമാണെങ്കിൽ ഉള്ളിന്ന് വരണം. അപ്പീ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കണമെന്നാ, നിങ്ങളുടെ പ്രേമം സക്സസ് ആവണമെന്ന് ആശംസിക്കാനല്ല വന്നത്. നിന്നെ കൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റുമല്ലേ? ആലോചിക്കേണ്ട. ആലോചിക്കുന്നവര് വെറുതെ സംസാരിച്ചു.
ആരും ഒന്നും അറിയുകയും ചെയ്യരുത്. വൈറ്റ് സൈഡിൽ Be careful, ആശരാജ് is very dangerous. എന്താ റെഡിയാണ്, ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ശരി ശരി, അവിടെ തന്നെ നിൽക്ക്. മോഹന, വണ്ടിയുടെ അകത്തോട്ട് കയറ്, വണ്ടി എടുക്ക്, അകത്തോട്ട് കയറ് മാഡം. കമ്മീഷണർ ബില്ലാബോ സ്പീക്കിംഗ്. ആ വാസുവിനെ ഷൂട്ട് ചെയ്യാൻ പോവാണോ? എന്തിന്? ശാരദ, നീ കമ്മീഷണറോട് സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണോ? കമ്മീഷണർ സർ, മോഹന എന്ന പെണ്ണ് വാസു എന്ന റൗഡിയെ പോലീസ് ഷൂട്ട് ചെയ്യുമെന്നറിഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിരിക്കുകയാണ്. സർ, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കുക. എനിക്കുള്ള ആകെ ഒരു മോള, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. മോഹൻ എങ്ങനെ ഇവിടെ വന്നു? മോഹന വാസുവിനെ കണ്ടാലോ വാസു മോഹനെ കണ്ടാലോ കാര്യം മൊത്തം തകരും. എന്ത് കഷ്ടമായത്! എവിടെ പോയിരിക്കും? ഈ മൂലയിൽ നോക്കി അവനെ കാണുമോ? വാ, അങ്ങോട്ട് എവിടെയെങ്കിലും പോയി നോക്കാം. വാ, അല്ലേ, വാ. ഹലോ ആശേ, ഡിപ്പാർട്ട്മെന്റ് ഉന്നം വെച്ചിരിക്കുക. എവിടെ എങ്ങനെയാണെന്നറിയില്ല. എന്താ? വലിയ ഓഫീസേഴ്സ് എല്ലാം ഇൻവോൾവ്ഡാ, സൂക്ഷിക്കണം. എവിടെ എവിടെ ഒന്ന് പറയേ. എന്താ സേ, ബസ് നഗര? എടാ, ഇത് വസന്ത് നഗർ പോണ റൂട്ടല്ലേ? ആശാരാജ് വസന്ത് നഗർ തന്നെ കാണും. ആശ, എനിക്കൊരു ഡൗട്ട്. എനിക്കും അതേ സംശയം തന്നെയാ. ആ റെഡി ആയിരിക്കും പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തെന്ന് വിചാരിക്കുന്നു. സംശയമൊന്നും നമുക്ക് വരാൻ പാടില്ലടാ. വാസു, ഷൂട്ട് ചെയ്യാൻ അറിയാലോ. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയി നോക്കട്ടെ. റെഡി എടുത്തി എന്ത് പെട്ടി വാങ്ങിക്ക. അത് കഴിഞ്ഞങ്ങ് തട്ടിയാൽ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല, അതാ ഭയപ്പെടുന്നത് വാസു. നീ ചോദിക്കുന്നതൊന്നും ഒരിക്കലും നിനക്ക് കിട്ടില്ല വാസു. നീ ചോദിച്ച 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കൊടുത്തല്ലോ, സേഫ് ആയിട്ട് വയ്ക്കും. താങ്ക്സ് ആസേ. ഷൂട്ടി ഷൂട്ട്മാൻ. ഡൗട്ട് തന്നെ. അവനെ അടിച്ചല്ല. ഞാൻ പറയുന്നതുവരെ ആരും ഫയർ ചെയ്യണ്ട. ആദ്യം ആശവാസനെ പിടിക്കട്ടെ, അപ്പൊ ആ പ്രവർത്തനം നമുക്ക് ആശയം തീർക്കാം.
എന്റെ ജീവിതം തീരുമാനിക്കാനുള്ള അവകാശം എന്റെ ഡാഡിക്ക് പോലും ഞാൻ കൊടുത്തതില്ല. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വാസുവിനോടൊപ്പം എന്നെ ഷൂട്ട് ചെയ്യ. ഈ ജീവനകത്തൊരു പാട്ടുണ്ട്, അതാർക്കെങ്കിലും അറിയോ? എന്റെ വാസുവില്ലാതെ ഞാനില്ല, അതറിയോ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യ. ഷൂട്ട് ചെയ്യ. എന്തിനാ നോക്കി നിൽക്കുന്ന? എന്തിനാ ഇതൊക്കെ? ഒരച്ഛനായി എനിക്ക് എന്റെ മോളെ മനസ്സിലായി. എടുത്തത്